വാക്യത്തിൻ്റെ സംഗ്രഹം ഇങ്ങനെയാണ്. പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞിട്ട് പറഞ്ഞത്, ബാബിലോൺ എന്ന മഹാനഗരത്തെ ഇങ്ങനെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയില്ല. ഇതാണ് നമ്മുടെ ആധാരവാക്യം. കഴിഞ്ഞ രാത്രിയിലും സുവിശേഷ പ്രസംഗം ഇവിടെ നടന്നിരുന്നു. അടുത്ത 2 ദിനങ്ങൾ കൂടി ഇവിടെ ഉണ്ട് ഇന്ന് കൂടാതെ. ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ തുടർമാനമായ ഒരവസരം കിട്ടുന്നു എന്ന കാരണം കൊണ്ട് ബൈബിളിലെ പ്രാവചനിക സത്യങ്ങളാണ് സംസാരിക്കേണ്ടതിന് പ്രാർത്ഥനാ പുരസ്സരം ഇവിടെ നിൽക്കുക. നമുക്ക് തിരുവെഴുത്തിലേക്ക് അടുത്തു വരാം. സന്തോഷമല്ലേ? സ്തോത്രം. 3 ദിനങ്ങൾ നമുക്ക് അടുപ്പിച്ച് കിട്ടുകയാണ്. അതുകൊണ്ട് ചെറിയ ചില അപാകതകളുമുണ്ട്. അതുകൊണ്ട് കാരണം 3 ദിനവും വളരെ ക്രമമായിരുന്ന് ഇത് കേൾക്കുന്നവർക്ക് പൂർണ്ണ അർത്ഥത്തിൽ ഗ്രഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏകാഗ്രത വളരെ വേണം. ഇന്ന് പറയുന്ന 50% കാര്യങ്ങളും ചിലർക്ക് മനസ്സിലായില്ല എന്ന് വരാം. ഭാരപ്പെടാനൊന്നുമില്ല. നമ്മൾ തന്നെ ബൈബിളിലെ പല ഭാഗങ്ങളും വായിച്ചാൽ മനസ്സിലാവില്ല എങ്കിലും വായിക്കാറുണ്ട്. എന്തിനാണ് അങ്ങനെ വായിക്കുക? അതിൽ ഒരു വചനം മതി നമ്മളെ ശക്തിപ്പെടുത്താൻ. പ്രശ്നമോ തീർച്ചയായും ദൈവവചനം അവിടുത്തെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. അത് പ്രസംഗകന്റെ കഴിവല്ല, സംഘാടകരുടെ യോഗ്യതയല്ല. ഈ പുസ്തകത്തിൽ പരിവർത്തിക്കുന്ന ദൈവപരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ആ ആത്മനിറവും ശക്തിയും കൂടുതൽ കരഗതമാക്കാനുള്ള പ്രാർത്ഥനാപൂർവമായ ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് കടലിൻ്റെ ഉള്ളിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞത്, ഈ കാണും വിധം ബാബിലോൺ എന്ന മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും. ഇത് ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് സമീപിക്കുമ്പോൾ കാണുന്ന ചിന്താർഹമായ ഒരു വാക്യമാണ്. ബൈബിൾ എന്ന വിഷയത്തെക്കുറിച്ച് വേണ്ടത്ര ഗ്രാഹ്യമില്ലാത്ത ചിലരെങ്കിലും ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്നവർക്കിടയിൽ ഉണ്ടാകും. അവരെ തെറ്റിദ്ധാരണ മാറേണ്ടതിന് പറയട്ടെ, ബൈബിൾ ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമേ അല്ല. ബൈബിൾ വായിക്കാനും വിശ്വസിക്കുവാനുള്ള അവകാശം ലോകത്തൊരു ക്രിസ്ത്യാനിക്കുമായി ദൈവം പരിമിതപ്പെടുത്തിയിട്ടേ ഇല്ല. ആർക്കും വായിക്കാവുന്ന കൃതിയാണ് വിശുദ്ധ ബൈബിൾ. മാത്രമല്ല, അതിൽ വായിക്കുന്ന ഒരു വ്യക്തി പഠിച്ചിരിക്കേണ്ട കാര്യം, ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിൾ എന്നെയും വായിച്ചുകൊണ്ടേയിരിക്കുന്നു, ബൈബിൾ എന്നെയും വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ഒരു മതഗ്രന്ഥത്തിൽ നിന്നൊരു മതപ്രഭാഷണം കേൾക്കുന്നു എന്ന ലളിതമായ ലാഘവ ബുദ്ധിയോടെ ഇരിക്കാതെ സകലരും ഈ ചിന്തയുടെ ഭാഗമാകുവാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. പേര് തന്നെ ഒരു വസ്തുത വെളിവാക്കുന്നു. ഒരിക്കൽ മനുഷ്യബുദ്ധിക്കും മനുഷ്യ നിരീക്ഷണങ്ങൾക്കും അഗോചരമായിരുന്ന ഒരു വസ്തുത മറനീക്കി പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ സംഗ്രഹം അതാണ് വെളിപ്പാട് പുസ്തകം. പണ്ട് അറിയാത്ത ചിലവർ, മനുഷ്യ ദൃഷ്ടി എന്ന് പതിയാത്ത ഇടങ്ങൾ, മനുഷ്യന്റെ മനസ്സും ചിന്താശേഷിയും ഒന്നും ചെന്ന് സ്പർശിച്ചിട്ടില്ലാത്ത അതിഭൗതികമായ ആത്മമണ്ഡലത്തിൻ്റെ ഒരു മേഖലയെ തൊട്ടുരുമ്മിപ്പോയ ഒരു ഗ്രന്ഥകാരൻ തൻ്റെ അനുഭവങ്ങളിലൂടെ വരാനിരിക്കുന്ന ലോകത്തിൻ്റെ സ്ഥിതി എന്ന് വരച്ചു കാട്ടിയിട്ടുള്ള പുസ്തകം അതാണ് വിശുദ്ധ ബൈബിൾ. ലോകത്തിലെ മതഗ്രന്ഥങ്ങളും വിശ്വാസ സംഹിതകളുമെല്ലാം നല്ല സാരോപദേശ കഥകളും ആഴമേറിയ തത്വചിന്തകളും കൊണ്ട് സമ്പന്നമാണ്. അതേക്കുറിച്ചൊന്നും വലിയ അറിവുള്ള ഒരാളല്ല ഞാൻ. എന്നാലും ഇതര മതഗ്രന്ഥങ്ങളിലെല്ലാം ആഴമേറിയ പലതുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലതും വായിച്ചിട്ടുമുണ്ട്. എന്നാൽ ബൈബിളിൽ സാരോപദേശ കഥകളല്ല. ഒരു മനുഷ്യൻ നല്ലവനായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന കുറെ പാഠങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഉപദേശമേ അല്ല ബൈബിൾ. മറിച്ച് അത്തരം ചില ഉപദേശങ്ങൾ ബൈബിളിലുണ്ട്. അതൊന്നും ഭൂമിയിൽ ഒരുവൻ എന്തെങ്കിലും നല്ല മനുഷ്യനാകാനോ കോടീശ്വരനാകാനോ സൽസ്വഭാവി എന്ന പേരെടുക്കാനോ ഉള്ളതല്ല.
ബൈബിൾ വെളിപ്പെടുത്തുന്നത് ഇളകാത്ത ഒരു രാജ്യം നാം പ്രാപിക്കൊണ്ട് ഭയഭക്തി ബഹുമാനങ്ങളോടെ ആ ഇളകാത്ത രാജ്യത്തിൻ്റെ ഉടമയ്ക്ക് വേണ്ടി ഭൂമിയിൽ എങ്ങനെ സേവനമർപ്പിച്ച് വിജയപ്രദമായ ഒരു ജീവിതം നയിക്കാം എന്നാകുന്നു. അതുകൊണ്ട് തന്നെ ഈ വേറിട്ട ചിന്ത ഞങ്ങളുടെ അയൽക്കാർ, സഹോദരി സഹോദരന്മാർ കേട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ആര് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യതിരിക്തത തീർച്ചയായും നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് ഞാൻ കരുതുന്നു. വെളിപ്പാട് പുസ്തകം മനുഷ്യരാശിയുടെ എന്നല്ല, ലോക ചരിത്രത്തിൻ്റെ അന്ത്യം എങ്ങനെ ഇരിക്കും എന്നും അതിനുശേഷമുള്ള ഉലകത്തിൻ്റെ കാലാവസ്ഥ എന്തായിരിക്കുമെന്നും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് പ്രസംഗിക്കുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും വരാനിരിക്കുന്ന ഭാവി എന്തെന്ന് വെളിവാക്കുന്ന ഭാവിയുടെ രൂപരേഖയാണ് വെളിപ്പാട് പുസ്തകം. ആ ഭാവിയുടെ രൂപരേഖയിൽ ഏറ്റവും സുപ്രധാനമായി ഏതൊരു ദൈവഭക്തനും കാത്തിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത താമസമിന സകല ദൈവമക്കളും പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വാനമേഘങ്ങളിൽ പ്രത്യക്ഷനായി തൻ്റെ കാന്തയെ എടുത്തു കൊള്ളപ്പെടും. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന സനാതന പുരുഷന്റെ ഇഹത്തിലേക്കുള്ള മടങ്ങി വരവാണ് വേദപുസ്തകത്തിന്റെ ഉള്ളടക്കം. വെളിപ്പാട് പുസ്തകം അത് സവിസ്തരം പ്രതിപാദിക്കുന്നു, പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന ചിന്തയെ ആസ്പദമാക്കിക്കൊണ്ടാകും നമ്മൾ 3 രാത്രികൾ തിരുവചനം ധ്യാനിക്കുന്നത്, പഠിക്കുന്നത്. സ്തോത്രം. അപ്പോൾ തന്നെ യേശുക്രിസ്തു എന്ന ഒരു വ്യക്തി ഇന്നേക്ക് 2000-ൽ പരം ആണ്ടുകൾക്കപ്പുറത്ത് അങ്ങകലെ മധ്യപൂർവ്വദേശത്ത് പാലസ്തീനിലെ ബെത്ലഹേം എന്ന സ്ഥലത്ത് പിറവി കൊണ്ടു. ഗോൽഗൊഥായിൽ വെച്ച് വിചാരണ ചെയ്യപ്പെട്ടു, വധിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഒരു ചരിത്ര പുരുഷൻ 2000-ൽ പരം ആണ്ടുകൾ കഴിഞ്ഞ് ഇനിയും തിരിച്ചു വന്ന് ഒരു രാജ്യം സ്ഥാപിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമല്ലേ എന്ന് ധരിച്ചു വശായിട്ടുള്ള ഞങ്ങളുടെ ചില സുഹൃത്തുക്കൾ ഉണ്ടാകും. അവർക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടാകും. പണ്ടങ്ങോ മരിച്ചു മണ്ണടിഞ്ഞു പോയ ഒരുവൻ തിരിച്ചു വരുമെന്നും ഇനി വന്നിട്ട് ഒരു രാജ്യം ഇവിടെ സ്ഥാപിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നത് ഭോഷത്വമല്ലേ, ഭോഷ്കല്ലേ? എന്തിനാണ് ഇനിയും ഇത് പ്രസംഗിക്കുക? സ്നേഹിത, അത് ഭോഷ്കല്ല. അതിൻ്റെ തെളിവ് ഞങ്ങൾ ഈ പ്രസംഗം തുടങ്ങിയത് ഇന്നല്ല. ഈ പ്രസംഗത്തിന് ആയിരത്താണ്ടുകളുടെ പഴക്കമുണ്ട്. അന്നത്തെ ആദ്യ കേൾവിക്കാർ എത്ര പേരായിരുന്നു? അതിൻ്റെ 10 മടങ്ങ് കേൾവിക്കാർ ഉലകത്തിൻ്റെ 5 വൻകരകളിലും ഇരുന്ന് ഒരേ സമയം കേൾക്കുന്ന ഒരൊറ്റ സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷമാകുന്നു. സുവിശേഷമൊഴികെ ഒരു സന്ദേശത്തിനും ഇത്രയധികം ആളുകളില്ല. ഞങ്ങൾ ഒന്നുകൂടി വിശ്വസിക്കുന്നു, അവിടുത്തെ വരവിന് ഒരു താമസമുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഇതുപോലൊരു യോഗം ഇവിടെ നടന്നാൽ തീർച്ചയായും അനവധി ആളുകൾ പുതുതായി ഇത് കേൾക്കുവാൻ സന്നദ്ധരായി മുമ്പോട്ട് വരും. ഇത് ചിലർ അത് പ്രസംഗിക്കുവാൻ സന്നദ്ധരായി മുമ്പോട്ട് വരും. അതത്രേ ഈ പുസ്തകത്തിന്റെ ആത്യന്തികമായ ശക്തി, അത് ഉയർത്തുന്ന സുവിശേഷത്തിന്റെ ശക്തി. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് പുനരാഗമനം ചെയ്യും എന്ന വസ്തുതയാണ് സുവിശേഷം. ആര് അവന്റെ പ്രായച്ചിത്ത മരണത്തിൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുചൊല്ലും, അവർക്ക് ദൈവമക്കളാകുവാൻ അവിടുന്ന് അവകാശം കൊടുത്തിരിക്കുന്നു, അധികാരം കൊടുത്തിരിക്കുന്നു. അതേക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ് സുവിശേഷ പ്രസംഗം. എന്നാൽ അതിന്റെ ആഴത്തിലേക്ക് വരുമ്പോൾ കേവലം രക്ഷയുടെ ഏറ്റുപറച്ചിൽ മാത്രമല്ല, പ്രത്യാശയുടെ ഒരു പ്രഖ്യാപനം കൂടി നിൽക്കുന്നു. യേശുക്രിസ്തു വരാറായി. അതിനുവേണ്ടി രക്ഷാനുഭവം പ്രാപിച്ച ഓരോ ദൈവവൈതലും ഒരുങ്ങണം, ഉലകത്തെ അതിനുവേണ്ടി സജ്ജീകരിക്കണം. അതുകൊണ്ട് ഇന്നത്തെ പ്രസംഗം അകത്തിരുന്ന് വചനം കേൾക്കുന്ന നിങ്ങൾക്കും പുറത്തിരുന്ന് ശ്രദ്ധിക്കുന്ന മാന്യന്മാരായ ഈ ദേശനിവാസികൾക്കും ഒരുപോലെ ഫലപ്രദമാകട്ടെ. യേശുക്രിസ്തുവിന്റെ വരവോടനുബന്ധിച്ച് സംഭവിക്കേണ്ട സുപ്രധാനമായ ഒരു വിഷയമായി ബൈബിൾ ചൂണ്ടിക്കാട്ടുന്ന വസ്തുതയാണ് ബാബിലോൺ എന്ന മഹാനഗരത്തിന്റെ നാശം. എന്തിനാണ് യേശു തന്റെ വരവോട് ആമുഖമായി ബാബിലോൺ എന്ന മഹാനഗരത്തെ തകർക്കുന്നത്? ഈ നഗരത്തോടുള്ള യേശുവിന്റെ വിരോധം എന്താണ്? നോക്കണം. സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു, നോക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച യേശു ഇതാ ഇത്തരമൊരു നഗരത്തെ നശിപ്പിച്ചുകൊണ്ട്, ആ നഗരത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട്, ഇനി ഒരിക്കലും കാണാതെ ആ നഗരത്തെ കടലിലെറിഞ്ഞ് നശിപ്പിച്ചുകൊണ്ട് എന്തിനു മടങ്ങി വരണം? യേശുവിന്റെ വരവോടനുബന്ധിച്ച് ഈ നഗരം നശിക്കേണ്ട കാരണമെന്ത്? ഒരാശങ്ക, ഒരു സംശയം ജനമനസ്സുകൾക്കിടയിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ അതിന്റെ മറുപടി മാത്രമാണ് തരുന്നത്. യേശുവേ, അങ്ങയുടെ വരവോടനുബന്ധിച്ച് അങ്ങ് എന്തിന് ഒരു നഗരത്തെ തകർക്കണം? അങ്ങെന്തിന് ഈ ബാബിലോണിനെ നശിപ്പിക്കണം? ബാബിലോൺ എന്ന നഗരത്തോടുള്ള അങ്ങയുടെ വിരോധം എന്ത്? എന്താണ് ഈ പ്രശ്നം? മാത്രമല്ല
ബൈബിളിന്റെ ചില ഇതര ഭാഗങ്ങളിൽ അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു ഭാഷയിൽ ഈ നഗരത്തെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. വേറൊരിടത്ത് പറയുക മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് ഈ നഗരത്തെ വിളിച്ചിട്ട് മറ്റൊരിടത്ത് പറയുക ദുർഭൂതങ്ങളുടെ പാർപ്പിടം, അശുദ്ധാത്മാക്കളുടെ തടവറയുമാകുന്ന ബാബിലോൺ. നോക്കണം, ബൈബിൾ ആദിയോടന്തം പഠിച്ചാൽ നല്ല മാന്യമായ ഒരു അഭിസംബോധനയിൽ ഈ നഗരത്തെ ക്ഷണിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. വളരെ മ്ലേച്ഛമായ പദങ്ങൾ നോക്കണം, സ്വരം താഴ്ത്തി പറയേണ്ടതോ ഒരു പുൽപ്പിറ്റിൽ നിന്ന് പറയാനാവാത്തതോ ആയ ചില പദപ്രയോഗങ്ങളാൽ ബൈബിളിൽ പോലും ഈ നഗരത്തെ വിളിക്കുന്നു വേശ്യമാരുടെ മാതാവ്, മ്ലേച്ഛതകളുടെ മാതാവ്. വീണ്ടും പറയാം, കൽദയരുടെ പ്രശംസാലങ്കാരമായ ബാബിലോണിനെ സോദോം ഗൊമോറയ്ക്ക് തുല്യം നശിപ്പിക്കുന്ന കാലം വരും. ഇവിടെ പറയുന്നു, തിരികൊല്ലോളം വലുതായൊരു കല്ലെടുത്ത് കടലിലെറിയുന്ന ലാഘവത്തോടെ ഞാനിതിനെ നശിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ, ഇന്നത്തെ ചിന്തയിൽ എന്തിന് കർത്താവ് ഈ നഗരത്തെ നശിപ്പിക്കും എന്ന ഒരു വസ്തുത മാത്രമേ ചർച്ച ചെയ്യൂ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ആദ്യം ഈ നഗരം സംബന്ധിച്ച് ബൈബിളിൽ ഇത്തരം പദപ്രയോഗങ്ങൾ വന്നതിൻ്റെ ഒരു കാരണത്തിലേക്ക് നമുക്കൊന്ന് തേടിപ്പോകാം. സഹോദരങ്ങളെ, അറിയുക, ബാബിലോൺ എന്ന നഗരത്തിന് മറ്റു ചില പേരുകൾ കൂടി ബൈബിൾ നൽകുന്നു. ഒരു പേര് ബാബേൽ എന്നാകുന്നു. ഞാനിപ്പോൾ രണ്ട് പേര് പറഞ്ഞു, നിങ്ങൾക്കത് രണ്ടും മനഃപ്പാടമായി. ബാബിലോൺ, ബാബേൽ. മനഃപ്പാടമായവർക്ക് വേണ്ടി മൂന്നാമത് ഒരു പേര് കൂടി പറയുന്നു, ശിനാർ ദേശം. മൂന്നാമത്തെ പേര് മനഃപ്പാടമായല്ലോ. ശിനാർ ദേശം. തെറ്റിച്ച് ചിന്നാർ എന്ന് പറയരുത്. അത് കേരളത്തിൽ ഇടുക്കി ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. ടാറ്റയുടെ തേയിലത്തോട്ടമൊക്കെയുള്ള ചിന്നാർ, അങ്ങനെ പറയരുത്. ശിനാർ, അതാണ് കറക്റ്റ് ഉച്ചാരണം. അപ്പോൾ ബാബേൽ, ബാബിലോൺ, ശിനാർ, ഈ മൂന്ന് പേരുകൾ പഠിച്ച നിങ്ങളോട് ഒരു പേര് കൂടി ഞാൻ പറയും. അത് പഠിച്ചിട്ട് അടുത്ത പേര് പറയും. അടുത്ത പേര് പറയുന്നു മെസോപ്പൊട്ടേമിയ. ചരിത്രകാരന്മാർ ഈ നഗരത്തെ വിളിച്ചു മെസോപ്പൊട്ടേമിയ. ബൈബിൾ ഈ നഗരത്തെ വിളിച്ചു, ആദ്യം വിളിച്ച പേര് ശിനാർ ദേശം, ഇടയ്ക്കൊക്കെ വിളിച്ചു ബാബേൽ, പിന്നീട് വിളിച്ചു ബാബിലോൺ. അപ്പോൾ ബൈബിൾ വായിക്കുന്ന നിങ്ങൾ വായിച്ചു വരുമ്പോഴേക്കും മെസൊപ്പൊട്ടേമിയ എന്ന് കാണുന്നത് അപൂർവം ഇടങ്ങളിലേ ഉള്ളൂ. മറ്റിടങ്ങളിലെല്ലാം കിടക്കുന്നു ബാബേൽ, ബാബിലോൺ, ശിനാർ ദേശം. ഇതെല്ലാം ഒരു സ്ഥലമാണ് എന്ന് ധരിച്ചിരിക്കണം. അത് ഞാനിത് ഈ പ്രസംഗം കേൾക്കുന്ന മറ്റു ചില സുഹൃത്തുക്കൾ ഇതിന് പുറത്തുണ്ടല്ലോ, അവർക്ക് വേണ്ടി കൂടി ചരിത്രപരമായ അതിൻ്റെ പ്രാധാന്യം സൂചിപ്പിച്ച് ഉള്ളിലേക്ക് വരാം. മെസൊപ്പൊട്ടേമിയ. ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പേരാണ് മെസൊപ്പൊട്ടേമിയ. ഈ മെസൊപ്പൊട്ടേമിയ എന്ന പദപ്രയോഗം രണ്ട് ഗ്രീക്ക് ശബ്ദങ്ങളുടെ സമന്വയമാണ്. മെസോ ആൻഡ് പൊട്ടേമിയ. അതിൻ്റെ അർത്ഥം നദികൾക്കിടയിലുള്ള സ്ഥലം. വ്യക്തമായി പറഞ്ഞാൽ രണ്ടു നദികൾക്കിടയിലുള്ള സ്ഥലം. പൊട്ടേമിയ നദികൾ, പൊട്ടാമോസ് ഒരു നദി. ഇതിൽ നിന്നാണ് ഹിപ്പോ പൊട്ടാമോസ് എന്ന പദം ജനിക്കുക. ഹിപ്പോ കുതിര, പൊട്ടാമോസ് വെള്ളം, നീർക്കുതിര. പൊട്ടാമോസ് അതിൻ്റെ ബഹുവചനം പൊട്ടേമിയ. അപ്പം മെസോ പൊട്ടേമിയ അർത്ഥം നദികൾക്ക് ഇടയിൽ ഉള്ള സ്ഥലം. ഇനി ആ നദികളെ കൂടി ഒന്ന് വിശദീകരിക്കട്ടെ. ഇന്നത്തെ റഷ്യയുടെ അതിർത്തി പ്രദേശത്തുള്ള തുർക്കിയിൽ ചരിത്രപ്രസിദ്ധമായ വാൻ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ച് 2300 മൈലുകൾ സഞ്ചരിച്ച് പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേര് യൂഫ്രട്ടീസ്. യൂഫ്രട്ടീസ് നദി കടലിൽ പതിക്കുന്ന പതനമുഖത്തിൻ്റെ 45 മൈൽ പിന്നിൽ വച്ച് മറ്റൊരു നദി യൂഫ്രട്ടീസിനോട് ചേരും. രണ്ടാമതൊഴുകുന്ന ആ നദിയുടെ പേര് ടൈഗ്രീസ് എന്നാകുന്നു. ടൈഗ്രീസ് നദിയുടെ ഉത്ഭവം അറാറത്ത് പർവ്വതത്തിൽ നിന്നാണ്. അറാറത്ത് പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് 1900 മൈലുകൾ സഞ്ചരിച്ച് 45 മൈൽ പിന്നിൽ വെച്ച് യൂഫ്രട്ടീസ് നദിയോട് ചേരുന്ന ടൈഗ്രീസും 2300 മൈലുകൾ സഞ്ചരിക്കുന്ന യൂഫ്രട്ടീസും, ആ നദികൾ ഒരുമിച്ച് 45 മൈൽ ഒഴുകും.
അതുകൊണ്ട് താരതമ്യേന വലിയ നദി യൂഫ്രട്ടീസ് ആകുന്നു. ഈ രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലത്തിൻ്റെ പേരാണ് മെസോപ്പൊട്ടേമിയ അഥവാ ബാബിലോൺ. ഞാൻ പറഞ്ഞ ചരിത്രം നിങ്ങൾക്ക് മുഷിയുന്നുവോ എന്നെനിക്കൊരു സംശയം. എങ്കിലും ചിലരെങ്കിലും ശ്രദ്ധിക്കുന്നു, അവർക്ക് വേണ്ടി ഞാനൊന്ന് ആവർത്തിക്കുന്നു. മെസോപ്പൊട്ടേമിയ അഥവാ യൂഫ്രട്ടീസ് ടൈഗ്രീസ് സംഗമ സ്ഥാനം. ഈ സ്ഥലത്തെക്കുറിച്ച് പഠിക്കാതെ ഒരാൾക്കും ബൈബിള് പഠിക്കാനാവില്ല. ഈ സ്ഥലത്തെക്കുറിച്ച് പഠിക്കാതെ ഒരുവനും ഖുറാൻ പഠിക്കാനാവില്ല. ഈ സ്ഥലത്തെക്കുറിച്ച് പഠിക്കാതെ ഒരുവനും നരവംശശാസ്ത്രം പഠിക്കാനാവില്ല. ഈ സ്ഥലത്തെക്കുറിച്ച് പഠിക്കാതെ ഒരുവനും ലോകചരിത്രം പഠിക്കാൻ സാധിക്കില്ല. ഈ ചരിത്രം പഠിക്കാതെ ഒരുവനും ബയോളജി അഥവാ ജീവശാസ്ത്രം പഠിക്കാനാവില്ല. കാരണം ലഭ്യമായ എല്ലാത്തരം കണക്കുകളും അനുസരിച്ച് എന്തിന് പരിണാമ സിദ്ധാന്തത്തിന്റെ അളവുകൾ വെച്ചളന്നാലും ഭൂമിയിൽ ആദ്യമായി ജീവന്റെ ആവിർഭാവം നടന്നത് ആ പരമാണുവിൽ നിന്ന് പരകോടിയിലേക്കുള്ള ജീവവർഗത്തിന്റെ പരിണാമം ആരംഭിക്കുന്നത്, അതിന്റെ പരിണാമദിശയുടെ പ്രാരംഭഘട്ടം യൂഫ്രട്ടീസ് തടത്തിലായിരുന്നു എന്നവർ കരുതിപ്പോരുന്നു. മാത്രമല്ല, ലോകത്ത് മനുഷ്യൻ ആദ്യമായി ചക്രം ഉപയോഗിച്ചുള്ള ഗതാഗതം കണ്ടുപിടിച്ചത് ഈ സ്ഥലത്ത് വച്ചായിരുന്നു എന്ന് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നു. ഈ സ്ഥലത്ത് വച്ചാണ് മനുഷ്യൻ ആദ്യമായി ഇഷ്ടിക, പശമണ്ണു കുമ്മായവും കൂട്ടിച്ചേർത്ത് ഇഷ്ടികയുണ്ടാക്കി പടുകുറ്റൻ രമ്യകർമ്മങ്ങൾ പണിതുകൊണ്ട് നാഗരികതയ്ക്ക് തുടക്കമിട്ടത്, സംസ്കാരത്തിന് തുടക്കമിട്ടത് ഇവിടെ വച്ചായിരുന്നു എന്ന് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നു. ഇതുകൂടാതെ മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധക്കളം, മനുഷ്യൻ മനുഷ്യരോട് ഏറ്റുമുട്ടി മനുഷ്യൻ തമ്മിൽ നടന്ന ആദ്യത്തെ കലഹത്തിന്റെ അടിസ്ഥാനം ഈ സ്ഥലത്തായിരുന്നു എന്ന് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നു. മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല പ്രവൃത്തികളുടെയും ആരംഭം കുറിച്ച മണ്ണ് യൂഫ്രട്ടീസ് തടമായിരുന്നു എന്ന ധാരണ ഞങ്ങൾ മാത്രമല്ല പരത്തുന്നത്. ലോകചരിത്രം പഠിപ്പിക്കുന്ന ആളുകൾ, അധ്യാപകർ, അതിന്റെ ഗവേഷകർ, അതിന്റെ പഠിതാക്കൾ, അതിലെ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു ഭൂമിയിൽ ജീവന്റെ ആവിർഭാവം ഈ മെസപ്പൊട്ടേമിയൻ തീരത്തായിരുന്നു. ഈ ബാബിലോൺ എന്ന സ്ഥലത്തായിരുന്നു പ്രപഞ്ചത്തിൽ ആദ്യമായി ജീവന്റെ ഉൽപ്പത്തിക്ക് തുടക്കം കുറിച്ചത്. ഇത്യാദി ചിന്തകൾ കൊണ്ട് സമ്പന്നമായ ഈ മണ്ണിനെ മെസോപ്പൊട്ടേമിയ എന്ന് പേരിട്ട് വിളിച്ചത് തന്നെ ചരിത്രത്തിന്റെ പിതാമഹൻ എന്നറിയുന്ന, നമുക്കേവർക്കും ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ഒരാളിനെ അറിയാം. ആരാണത്? ചരിത്രത്തിന്റെ പിതാവ് ഹെറോഡോട്ടസ് ആണ്. ഹെറോഡോട്ടസ് വിശ്വസിക്കുന്നു ഇവിടെ നിന്നാണ് പ്രപഞ്ചത്തിന്റെ ആവിർഭാവം. അതുകൊണ്ട് ഹെറോഡോട്ടസ് ഈ സ്ഥലത്തിന്റെ അവിടെ തുടങ്ങിയ ഈ മെസപ്പൊട്ടേമിയൻ നാഗരികതയ്ക്കൊരു പേരിട്ടു വിശ്വസംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ. വിശ്വസംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉടലെടുക്കുന്നതിനും കാലങ്ങൾക്കപ്പുറത്ത്, അതോക്കണം ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുക്കുന്നതിനും കാലങ്ങൾക്കപ്പുറത്ത് ഇതാ മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഉടലെടുത്തുവെന്നും അതിന്റെ പിരിവുകളായിരുന്നു ഉലകം മുഴുവൻ വ്യാപരിച്ചു കിടന്നതെന്നും ഇൻഡസ് വാലി അടക്കമുള്ള ലോകോത്തര സംസ്കാരങ്ങളുടെ മുഴുവൻ കേദാരഭൂമി ഈ അറിയപ്പെടുന്ന സ്ഥലമായിരുന്നുവെന്നും ചരിത്രം അഖണ്ഡിതമായി പ്രഖ്യാപിക്കുന്നു. സകലരും വിശ്വസിക്കുന്നു ഇവിടെ നിന്നാണ് മനുഷ്യരാശിയുടെ എല്ലാത്തരം പ്രവർത്തനങ്ങളുടെയും ആരംഭം അഥവാ തുടക്കം. ഇതിലൊന്നുമല്ല എൻ്റെ ആവേശം. ഇവരൊക്കെ ഇത് പറയും മുമ്പ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തി ഇവിടമാണ് മനുഷ്യ ചരിത്രത്തിന്റെ എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചത്. എങ്ങനെയാണ് ബൈബിൾ അത് പറയുക? ഞാൻ ഈ യൂഫ്രട്ടീസ് എന്നും ടൈഗ്രീസ് എന്നും പതിവായി പറഞ്ഞത് ബൈബിളിൽ അത് മറ്റ് രണ്ട് പേരുകളിലാണ് കിടക്കുന്നത്. യൂഫ്രട്ടീസിനെ ബൈബിൾ ഇട്ട് വിളിച്ച പേര് ഫ്രാത്ത് എന്നാകുന്നു. ടൈഗ്രീസിനെ ബൈബിൾ ഇട്ട് വിളിച്ച പേര് ഹിബ്രേക്കൽ എന്നുമായിരുന്നു. ഫ്രാത്ത് എന്നും അതിൽ നിന്ന് ഫ്രാത്ത്, ഫ്രാട്ടോസ്, യൂഫ്രാട്ടോസ്, ഫ്രാത്ത്. ഈ ഫ്രാത്താണ് യൂഫ്രാട്ടോസ് ആയത്. ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ആളുകളുടെ പേര് മാറി 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 അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറും. ഞാനതുകൊണ്ട് വളരെ നിശ്ചിതമായി ഈ പേരിങ്ങനെ മാറ്റുന്നതിനെ എതിർക്കുന്ന ഒരാളാണ്. എന്തിന്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പേര് പോലും ആളുകൾ തെറ്റിച്ചാണ് പറയുക. യേശു അല്ല ശരിയായ പ്രയോഗം, പറയേണ്ടത് യശ്വ. ഇതാണ് ശരി പ്രയോഗം. എങ്ങനെയാണ് വിളിക്കേണ്ടത്? യശ്വ, അർത്ഥം സേവ്യർ, രക്ഷകൻ. ഈ സായിപ്പിന് ഇത്യാദി അക്ഷരങ്ങളൊന്നും അങ്ങനെ വഴങ്ങൂല. അതിനവൻ യശ്വ എന്ന് പറയാനുള്ള പ്രയാസത്തിന് അവന് തോന്നിയ പോലെ പേരിട്ടു ജീസസ്.
നമ്മളും കേട്ടിട്ട് പറയാ ജീസസ്, അതല്ല ശരി പ്രയോഗം. പിന്നെന്താണ്? യശ്വ. ആ യശ്വയോട് ചേർന്ന് നിൽക്കുന്ന പ്രയോഗം യേശു. അത് കൃത്യം പറയുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാണ്. യേശു. അവരെ തിരുത്തരുത്, അവർ പറയുന്നതാണ് ശരി പ്രയോഗം. അതുകൊണ്ട് ഫ്രാത്ത് പറഞ്ഞ് സായിപ്പ് യൂഫ്രട്ടീസ് ആക്കി. പക്ഷെ ചരിത്രകാരന്മാരെല്ലാം ഇംഗ്ലീഷിനെ ഫോളോ ചെയ്തപ്പോൾ സ്വാഭാവികമായി ഫ്രാത്ത് യൂഫ്രാട്ടോസായി. എൻ്റെ കുറ്റമല്ലത്. മാത്രമല്ല ബൈബിളിലും യൂഫ്രട്ടീസ് എന്ന് എഴുതിയിട്ടുണ്ട് 2 ഇടത്ത്. 2ഉം വെളിപ്പാട് പുസ്തകത്തിലാണ്. ഒരിടത്ത് പറയുക, 6ാമത്തവൻ തൻ്റെ കാഹളമൂതി. 6ാമത്തവൻ കാഹളമൂതുമ്പോൾ യൂഫ്രട്ടീസ് എന്ന മഹാനദിയുടെ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്നൊരു ശബ്ദം ഞാൻ കേട്ടു വെളിപ്പാട് 9. വീണ്ടും വെളിപ്പാട് 16-12 കാണുകയാണ്, 6ാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. അപ്പോൾ കിഴക്കുനിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കാൻ യൂഫ്രട്ടീസിലെ വെള്ളം പറ്റി. അപ്പോൾ 2 ഇടത്ത് യൂഫ്രട്ടീസ് തന്നെ എഴുതിയിട്ടുണ്ട് ഫ്രാത്തിന്. ഫ്രാത്തെന്നും ഹിദ്ദേക്കൽ എന്നും പറയുന്ന 2 നദികളുടെ പേര് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ നാവിൻ തുമ്പത്ത് മറ്റ് 2 നദികളുടെ പേര് കൂടി ഓടി വരുന്നു. നിങ്ങൾ എനിക്കൊപ്പം ഉച്ചരിക്കുമോ? ആ മറ്റ് 2 നദികൾ ഉൽപ്പത്തിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 നദികൾ ഏതാണത്? പീശോൻ, ഗിഹോൻ, ഹിദ്ദേക്കൽ ആൻഡ് ഫ്രാത്ത്. ഇത് ഇതുവഴി ഒഴുകി പുരാതന ഏദനിൽ ഒരു നദി പുറപ്പെട്ടു. തോട്ടം നനപ്പാൻ അവ 4 ശാഖകളായി ഒഴുകി. 1-ാം നദിക്ക് പീശോൻ, ഗിഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത്. അതിൽ ഒടുവിൽ പറഞ്ഞ 2 നദികളാണ് ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന മധ്യപൂർവ്വദേശത്ത് കൂടി. ഏതൊക്കെയാണത്? യൂഫ്രട്ടീസും ടൈഗ്രീസും. അപ്പോൾ യൂഫ്രട്ടീസും ടൈഗ്രീസും അടങ്ങുന്ന മധ്യപൂർവ്വദേശമെന്ന് ഇന്ന് നമ്മൾ കാണുന്ന ആ ഭൂപ്രദേശത്തായിരുന്നു ഒരു നദി പുറപ്പെട്ടു 4 ശാഖകളായി ഒഴുകിയെങ്കിൽ സംശയിക്കണ്ട, പുരാതന ഏദൻ നിലനിന്നത് ഈ സ്ഥലത്തായിരുന്നു. ഏത് സ്ഥലത്ത്? മെസപ്പൊട്ടേമിയയിൽ. അപ്പോൾ ആദം ഹവ്വമാര് ജനിച്ചതും തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചതും ശാപഗ്രസ്തരായി പുറത്തായതും ഒക്കെ ഇവിടെയാണെങ്കിൽ ഇതാ നരവംശാസ്ത്രം വിളിച്ചു പറയുന്നു, ഭൂമിയിൽ ജീവന്റെ ആവിർഭാവം ഈ യൂഫ്രട്ടീസ് നദീതടത്തിലായിരുന്നു. അല്ലയോ നരവംശാസ്ത്രകാരന്മാരെ, അല്ലയോ ചരിത്രകാരന്മാരെ, നിങ്ങൾ പിറവി കൊള്ളും മുമ്പ് ഞങ്ങളുടെ വിശുദ്ധ ബൈബിൾ ലോകത്തോട് ഉദ്ഘോഷിച്ചു, ഇവിടെയായിരുന്നു പൂർവ്വ പിതാമകൻ ജനിച്ചത്, ഇവിടെ വച്ചായിരുന്നു തിന്നരുത് എന്ന് പറഞ്ഞ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അവൻ തിന്നത്, ഇവിടെ വെച്ചായിരുന്നു കയീൻ ഹാബേലിനെ വധിച്ചത്. ചുരുക്കത്തിൽ ചരിത്ര പ്രസിദ്ധമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ആ മണ്ണിന്റെ നെറുകയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് വിളിച്ചു പറയുക, നിന്റെ പേര് ദൈവം മാറ്റിയിട്ടു. ഒരിക്കൽ ദൈവത്തിന്റെ പൂങ്കാവനം എന്നറിയപ്പെടുന്ന മനോഹര പറുദീസ നിന്ന സ്ഥലത്തെ കാലമേറെ കഴിഞ്ഞപ്പോൾ വെളിപ്പാട് പുസ്തകക്കാരൻ തിരിഞ്ഞു വിരച്ചുകൊണ്ട് വിളിക്കുക, മർമ്മം, മഹദിയ, ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. എത്ര വിധിവൈപരീത്യം, എത്രമാത്രം വൈരുദ്ധ്യം! എന്തേ? ഒരിക്കൽ യഹോവയാകുന്ന ദൈവം പുരുഷനോടും സ്ത്രീയോടുമൊപ്പം ആദമിനോടും ഹവ്വയോടുമൊപ്പം വിളവേൽക്കുവാൻ വെയിലാറുമ്പോഴൊക്കെ തോട്ടത്തിലൂടെ നടന്ന് ആരാധനയുടെ സുഖകരമായ അന്തരീക്ഷം വ്യാപരിച്ച മണ്ണിൽ, ദൈവപ്രവൃത്തി വ്യാപരിച്ച മണ്ണിൽ ദൂതഗണങ്ങളാൽ തട്ടകസിച്ചുല്ലസിച്ച് ദൈവത്തിന് മഹത്വം പാടിയ മണ്ണ് കാലമേറെ കഴിഞ്ഞപ്പോൾ എങ്ങനെ ദുർഭൂതങ്ങളുടെ പാർപ്പിടമായി, എങ്ങനെ അശുദ്ധാത്മാക്കളുടെ തടവറയായി! ഒരു കാര്യം ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ഏത് ദൈവത്തിൽ ഉറപ്പിച്ചുകൊള്ളണം, ഒരിക്കൽ ആരാധിച്ചു വന്നതോ ദൈവപ്രവൃത്തി എന്റെ ഹൃദയത്തിൽ നടന്നു വന്നതോ എന്റെ വീട്ടിൽ നടന്നു എന്നുള്ളതോ അതിന്റെ സ്ഥിരതയുടെ തെളിവല്ല. നല്ല ഒരു ആത്മാവിനെ, സ്ഥിരതയുള്ള ആത്മാവിനെ ഹൃദയത്തിൽ എന്നും പൊതുകേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ ദൈവകൃപ ചോരുന്നത് അവർക്കറിയാൻ കഴിയാതെ വരും. ഒരിക്കൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട ഈ മനോഹര മണ്ഡലം എങ്ങനെ അശുദ്ധാത്മാക്കളുടെ തടവറയായി, എങ്ങനെ ദുർഭൂതങ്ങളുടെ പാർപ്പിടമായി, എങ്ങനെ മഹദിയാം ബാബേലായി! ഇപ്പോൾ ഞാൻ 4ാമതൊരു പേര് കൂടി നിങ്ങളോട് പറഞ്ഞു തന്നു. എന്താണത്? ബാബേൽ, ബാബിലോൺ, ശിനാർ ദേശം, മെസൊപ്പൊട്ടേമിയ കൂടാതെ 5ാമതൊരു പേര്. എന്താണ് ആ പേര്? പുരാതന ഏദൻ നിലനിന്ന സ്ഥലം. ഇതിൻ്റെ 6ാമത്തെ പേര് കൂടി പറഞ്ഞാൽ നമ്മുടെ ചിന്ത ഏതാണ്ട് ചരിത്രത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ കിട്ടും. ഈ സ്ഥലത്തിൻ്റെ ഇന്നത്തെ പേര് ഞാൻ പറയുന്നു ഇറാഖ്. ആധുനിക ഇറാഖിനെയാണ് വിശുദ്ധ ബൈബിൾ മെസപ്പൊട്ടേമിയ എന്നും ചരിത്രകാരന്മാർ മെസപ്പൊട്ടേമിയ എന്നും ബൈബിൾ ശിനാർ ദേശമെന്നും ബാബേലെന്നും ബാബിലോണെന്നും വിളിക്കുക. അങ്ങനെയെങ്കിൽ ഇനി വെളിപ്പാട് 18:21 ശരി പരിഭാഷ ഞാൻ എന്ന് പറയുന്നു. അനന്തരം തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് കടലിൽ എറിഞ്ഞിട്ട് ദൂതൻ പ്രഖ്യാപിച്ചത് ഇറാഖ് എന്ന മഹാനഗരത്തെ
ഇങ്ങനെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയില്ല. അല്പം കൂടി വ്യക്തമായല്ലോ. അപ്പം നമുക്ക് ഒരല്പം കൂടെ ശ്രദ്ധ കൊണ്ടുവരാം അതിലേക്ക്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു 10% ആൾക്ക് മനസ്സിലായി തുടങ്ങി. ഇറാഖ് എന്നാണ് ഈ നഗരത്തിൻ്റെ ഇന്നത്തെ പേര്. ഞാനിതിൻ്റെ ഒരു പൂർവ്വ ചരിത്രം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, യഹോവയായ ദൈവം മനുഷ്യരാശിയെ സൃഷ്ടിച്ചു, ആദം ഹവ്വമാരെ സൃഷ്ടിച്ചു. പാപം ചെയ്ത ആദം ഹവ്വമാർ പറുദീസയ്ക്ക് പുറത്തായി. എങ്കിലും തമ്പുരാൻ അവർക്ക് അനുഗ്രഹങ്ങൾ ധാരാളം അവശേഷിപ്പിച്ചിരുന്നു. നീ സന്താന പുഷ്ടിയുള്ളവനായി പെറ്റി പെരുകി പ്രപഞ്ചമാസകലം നിറയണം. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പക്ഷേ ഈ ശിനാർ ദേശം കേന്ദ്രീകരിച്ച് കാലമേറെ കഴിഞ്ഞപ്പോൾ ഭരിച്ച ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേര് നിമ്രോദ് എന്നായിരുന്നു. ഉൽപ്പത്തി 11 അധ്യായം എന്ന് എടുത്തു വെച്ചേക്കുക. ഉൽപ്പത്തി 11, 10 അധ്യായങ്ങൾ പരിശോധിച്ചാൽ പണ്ടിവിടെ ഒരു രാജാവ് ഭരിച്ചിരുന്നു. ഇവൻ ഭൂമിയിലെ ആദ്യ വീരനായിരുന്നു. ഭൂമിയിലെ ആദ്യത്തെ ധീരനായിരുന്നു അവൻ. കൃത്യം നമുക്ക് ഉൽപ്പത്തി 10 9 വാക്യം മുതൽ ഒന്ന് വായിച്ചു പോയാൽ കേൾവിക്കാർക്ക് വസ്തുത എളുപ്പത്തിൽ ബോധ്യം വരും. ഉൽപ്പത്തി 10 9 മുതൽ വായിക്കുക. അവൻ യഹോവയുടെ മുമ്പാകെ ഒരു നായാട്ടി വീരനായിരുന്നു. ഒരു വാക്യം കയറി വായിക്കണം. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. ശബാനയിൽ കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. നിമ്രോദ് ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരനായിരുന്നു. ഈ യഹോവയുടെ മുമ്പാകെ നിമ്രോദ് ഒരു നായാട്ട് വീരനായിരുന്നു. ഞാൻ ചോദിക്കുന്നു, ഒരാൾ നായാട്ട് വീരനാണ്, പക്ഷെ എന്തിനവന്റെ പേര് യഹോവയുടെ മുമ്പാകെ എന്നിടണം? പിന്നീട് ചിന്തിക്കാം, ബാക്കി വായിച്ചോളൂ. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ട് വീരൻ എന്ന് പഴഞ്ചൊല്ലായി. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ട് വീരൻ എന്നൊരു പഴഞ്ചൊല്ലായി. പിന്നെ അവന്റെ രാജ്യത്തിന്റെ ആരംഭം, അപ്പോൾ അവന് രാജ്യമുണ്ടായിരുന്ന ഒരു ഭരണാധികാരിയാണ്. അവന്റെ രാജ്യത്തിന്റെ തുടക്കം, അവന്റെ ആ ഏരിയകൾ പറയുക, രാജ്യത്തിന്റെ ആരംഭം ശിനാർ ദേശത്ത്. സ്ഥലം പഠിച്ചോളൂ. ശിനാർ എന്ന ഇറാഖ് ദേശത്ത്, ശിനാർ എന്ന ബാബിലോണിൽ, ശിനാർ എന്ന മെസൊപ്പൊട്ടേമിയയിൽ. എവിടെയാണ്? ബാബേൽ. ബാബേൽ, അതിൽ നിന്നാണ് ബാബിലോണിയൻ സംസ്കാരം. ബാബേൽ. പിന്നെ ഏരക്ക് എന്നത് ഇറാഖ് എന്ന പ്രയോഗത്തിന്റെ പ്രാചീന രൂപമാണ്. ഏരക്കിൽ നിന്നാണ് ഇറാഖ് എന്ന പദം നിഷ്പാദിക്കുന്നത്. പിന്നെ അക്കാദിൽ നിന്നാണ് അക്കാഡിയൻ സംസ്കാരം പിറവികൊള്ളുന്നത്. അക്കാഡിയൻസ്. കൽനെ എന്നിവയായിരുന്നു. കല്ലയിൽ നിന്നാണ് കൽദയ സംസ്കാരം പിറവികൊള്ളുന്നത്. അപ്പൊ കൽദയന്മാർ, സുമേറിയന്മാർ, അക്കാഡിയന്മാർ, ബാബിലോണിയർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ജനസമൂഹത്തെ കീഴടക്കി ഭരിച്ച പ്രപഞ്ചത്തിലെ ആദ്യത്തെ രാജാവിൻ്റെ പേര് നിമ്രോദ്. ഈ നിമ്രോദ് ഇതാ ഇവിടം കേന്ദ്രീകരിച്ചു ഭരിക്കെ ഒരിക്കൽ ഒരു പുതിയ ഉത്തരവിട്ടു. ഉൽപ്പത്തി 11 കാണാം. അത് അവിടെ പറയുക. ഉൽപ്പത്തി 11 പറയുന്നു, അതുവരെ ഭൂമിയിലൊക്കെ ഒരേ വാക്കും ഒരേ ഭാഷയുമായിരുന്നു. മനുഷ്യൻ ശിനാർ ദേശത്തൊരു സമഭൂമി കണ്ടു. വരുവിൻ, നാം ചിതറിപ്പോകാതിരിക്കാതെ നമുക്കിവിടെ ഒരു കോട്ടയുണ്ടാക്കണം. നമുക്ക് ഈ കോട്ടയ്ക്കുള്ളിലായി ഒരു ഗോപുരം പടുത്തുയർത്തണം. നാളെ ഒരു പ്രളയമയച്ച് പ്രപഞ്ചം ദൈവവിനെ നശിപ്പിക്കാൻ വന്നാൽ ഓരോ തട്ടുകൾ കടന്ന് പ്രളയത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നമുക്കിതിന് മീതെ ജീവിക്കണം. അങ്ങനെ ദൈവവഴി പോയ മനുഷ്യനെ നായാടി പിടിച്ച് സ്വന്തം തട്ടകത്തിലാക്കിയ കരുത്തന്റെ പേരായിരുന്നു നിമ്രോദ്. തമ്പുരാൻ പറഞ്ഞു, സന്താനപുഷ്ടിയുള്ളവനായി പെരുകി പ്രപഞ്ചം മുഴുവൻ നിറയണം, അഥവാ ചിതറണം, ഒരിടത്ത് നിൽക്കരുത്.
നിമ്രോദ് പറഞ്ഞു, പാടില്ല, നമുക്ക് ഒരുമിച്ച് ഒരിടത്ത് കൂടണം. അങ്ങനെ ദൈവ വഴി പോയ മനുഷ്യനെ വേട്ടയാടി പിടിച്ച് സ്വന്തം ഇംഗിതത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച ഉലകത്തിലെ ആദ്യത്തെ ധീരൻ, ദൈവത്തോടും മല്ലിടുവാൻ കൽപ്പോടുകൂടി ഇറങ്ങി വന്ന ആ മനുഷ്യന്റെ പേരായിരുന്നു നിമ്രോദ്. ജനത്തെ എങ്ങനെ അവൻ അനുസരിപ്പിച്ചു, എങ്ങനെ ജനം ഇവനെ അനുസരിച്ചു പറയാം. ബാബിലോണ്യ പുരാണങ്ങൾ വായിച്ചാൽ ഒന്ന് മനസ്സിലാകുന്നു. ഈ നിമ്രോദ് ജനത്തെ പറഞ്ഞു പഠിപ്പിച്ചു, സകലത്തെയും സൃഷ്ടിച്ച ദൈവം സൂര്യനാകുന്നു, സകലത്തിൻ്റെയും കാരണഭൂതൻ സൂര്യനാകുന്നു. സൂര്യന്റെ പത്നിയാണ് ഭൂമി, സൂര്യന്റെ മറ്റൊരു പത്നിയാണ് ചന്ദ്രൻ. അങ്ങനെ സൃഷ്ടി എന്ന് ബൈബിൾ കരുതിപ്പോരുന്ന സംഭവങ്ങളെ, ദൈവ സൃഷ്ടി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്ന സംഭവഗതികളെ മുഴുവൻ സൃഷ്ടിയല്ല, അത് സൃഷ്ടാക്കളാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ദൈവ വഴി പോയ, ഏകസത്യ ദൈവത്തിന്റെ പാത പോയ മനുഷ്യനെ വേട്ടയാടി പിടിച്ച് സ്വന്തം തട്ടകത്തിലാക്കിക്കൊണ്ട് ബഹുദൈവ ചിന്തകളുടെ ആരാധനയ്ക്ക് തുടക്കം കുറിച്ച മണ്ണായിരുന്നു മെസപ്പൊട്ടേമിയ. മനസ്സിലാകുന്ന ദൈവമക്കൾക്ക് അവർ സൂര്യന് ഒരു പേരിട്ടു. എന്താ സൂര്യന്റെ പേരെന്ന് കേട്ടോ? ബാൽ അല്ലെങ്കിൽ ബേൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ബേൽ വണങ്ങുന്നു, നെബോ കുനിയുന്നു. ഈ പ്രയോഗങ്ങളൊക്കെ ബാബിലോന്യരുടെ ബാൽ എന്ന ദേവന്റെ ആ പേരിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. ബാൽ എന്നത് സൂര്യദേവന്റെ പേരാണ്. ബാബിലോന്യരുടെ സൂര്യദേവന്റെ പേര് ബാൽ. അതുകൊണ്ട് ദൈവജനം കേൾക്കുമ്പോഴൊക്കെ, സഭായോഗമധ്യമൊക്കെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ആളുകൾ ആത്മാവിൽ പ്രതികരിക്കാറുണ്ടല്ലോ, ബാലിനും ഒട്ടുമടക്കാത്ത യഹോവയുടെ പ്രവാചകന്മാർ എന്ന് കേൾക്കുമ്പോൾ അർത്ഥം മനസ്സിലായല്ലോ. ബാബിലോന്യർ സൂര്യനെ ബാലായി കണ്ടു ആരാധിച്ചു പോന്നു. ആ ദേവന് സമർപ്പിച്ച പട്ടണം എന്ന അർത്ഥത്തിൽ ഈ സ്ഥലത്തിന് പേര് വന്നു ബാബിലോൺ. ഓക്കെ, ബാൽദേവന്റെ പട്ടണം. ബാൽദേവന്റെ പട്ടണം എന്നറിയപ്പെടുന്ന ബാബിലോണിൽ നിമ്രോദ് ഒരു പുതിയ ആരാധനയ്ക്ക് തുടക്കം കുറിച്ചു. സൂര്യൻ അവനാണ് ദേവൻ. ആ ദേവനെ പേരിട്ടു ബാൽ. ഭൂമിക്കൊരു പേരിട്ടു, ചന്ദ്രൻ ഒരു പേരിട്ടു. ഇവയെല്ലാം ആരാധ്യ വിഷയങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കെ ഒന്നുകൂടി ഈ നിമ്രോദ് എന്ന ആൾ ജനത്തെ പറഞ്ഞു പഠിപ്പിച്ചു. ഈ ബാൽദേവന്റെ അനുമതി കൊണ്ടാണ് താൻ ഇവിടെ രാജാവായിരിക്കുന്നത്. ബാൽദേവൻ തന്ന അനുഗ്രഹം കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഭരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ കൊണ്ട് കാഴ്ചവസ്തുക്കൾ അർപ്പിക്കുമ്പോൾ, പൂജകൾ അർപ്പിക്കുമ്പോൾ നിങ്ങൾ സൂര്യനെ പൂജിക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ ആരാധന ഏറ്റെടുക്കാൻ ഒരേ സമയം ദൈവവും രാജാവും പുരോഹിതനും ആയി മാറിക്കൊണ്ട് ജനങ്ങളെ വഴിതെറ്റിച്ച വട്ടം കറക്കുന്ന ഈ മനുഷ്യരെ കണ്ട് വേദപുസ്തക എഴുത്തുകാരൻ വിളിച്ചു പറഞ്ഞു, സത്യദൈവത്തിന്റെ ആരാധന അപകരിച്ച് അവിടുത്തെ നിയമത്തെ മുഴുവൻ മാറ്റിമറിച്ച് ദൈവം വഴി പോകുന്ന മനുഷ്യനെ വേട്ടയാടി പിടിച്ച് സ്വന്തം തട്ടകത്തിലാക്കുന്ന യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ. അർത്ഥം ദൈവജനത്തിന് മനസ്സിലായല്ലോ. ദൈവ വഴി പോയവനെ സ്വന്തം തട്ടകത്തിലേക്ക് മാറ്റിമറിച്ച ഈ ധീരൻ. അത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവന്റെ ഭാര്യയുടെ പേര് കൂടി ഒന്ന് പറയേണ്ടതൊരു മര്യാദയുടെ ഭാഗമാണല്ലോ. അവളുടെ പേര് സെമിറാമിസ് എന്നായിരുന്നു. സെമിറാമിസ്. അവൾക്ക് വേറൊരു പേരുണ്ടായിരുന്നു, ഇഷ്ടാർ. ഒത്തിരി പേര് പറയുന്നത് നമ്മുടെ ഓർമ്മയിൽ ഒന്നും തങ്ങി നിൽക്കില്ല, എങ്കിലും ഒരു പേര് പഠിക്കുക, സെമിറാമിസ്. അടുത്ത പേരും ഒന്ന് ഓർക്കുക, ഇഷ്ടാർ. 100 കണക്കിന് പേര് അവൾക്കുണ്ട്. അതിലൊന്ന് ഇഷ്ടാർ, മറ്റൊന്ന് സെമിറാമിസ്. അങ്ങനെ ദേവനായ നിമ്രോദും ദേവിയായ സെമിറാമിസും രാജാവും രാജ്ഞിയും ദേവനും ദേവതയുമായി സൂര്യന്റെ പ്രതിപുരുഷന്മാരായി അങ്ങനെ ജനത്തെ അടക്കി ഭരിച്ചു പോരും കാലത്തൊരിക്കൽ ഈ നിമ്രോദ് അതിദാരുണമായി കൊല്ലപ്പെട്ടു. മരിച്ച നിമ്രോദിന്റെ വിധവ സെമിറാമിസ് ബാബിലോണിൽ അധികാരത്തിലേറി. ബാബിലോണിൽ അധികാരത്തിലേറിയ സെമിറാമിസിന്റെ പക്കലേക്ക് നിമ്രോദ് സ്ഥാപിച്ച ബാബിലോന്യ മതം, അതായത് ബാലിനെ ദൈവമാക്കി, ചന്ദ്രനെ ഭാര്യയാക്കി, ഭൂമിയെ ഭാര്യയാക്കി അവൻ പഠിപ്പിച്ച ആശയഗതികൾ ഒന്നുകൂടി ദൃഢപ്പെട്ടു. അവൾ ജനത്തെ ഓരോ പുതിയ കഥകൾ കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ച് ഈ മതം ശക്തിപ്പെടുത്തി സെമിറാമിസ്. ഒരുപക്ഷേ നിമ്രോദിനേക്കാൾ അധികം ഈ മതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവളുടെ സംഭാവനകൾ പ്രയോജനപ്പെട്ടു സെമിറാമിസ് എന്ന ഇഷ്ടാറിന്റെ. എന്നാൽ കാലം കുറെ കഴിഞ്ഞപ്പോൾ ഈ സെമിറാമിസ് എന്ന ഇഷ്ടാർ അവളുടെ ദുർമാർഗവൃത്തി കൊണ്ട്, പരസംഗക്രിയ കൊണ്ട് ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ഒരാൺകുഞ്ഞ്
ഓർത്ത് നോക്കണം, ഈ ആൺകുഞ്ഞിന് ജന്മം കൊടുത്ത സെമിറാമിസ് എന്ന സ്ത്രീയെ കണ്ട് നാടിളകി, പ്രജകൾ കലഹിച്ചു. അല്ലയോ രാജ്ഞി, ദേവതാതുല്യം ഞങ്ങൾ ബഹുമാനിച്ചു പോകുന്ന നീ ഇത്തരം ഒരു ദുഷ്കർമ്മത്തിന് പാത്രീഭൂതയായതുകൊണ്ട് ഞങ്ങൾ നിന്നെ പുറത്താക്കും, ആക്രമിക്കാൻ ജനാവലി തയ്യാറെടുത്ത് വരുമ്പോൾ ബുദ്ധിമതിയായ സെമിറാമിസ് ഇങ്ങനെ പ്രതികരിച്ചു: പ്രജകളെ, നിങ്ങൾ കോപിഷ്ഠരാകരുത്. ഞാൻ എങ്ങനെയാണ് ഒരു കുഞ്ഞിന് ഗർഭം ധരിച്ചതെന്നറിയട്ടെ. നിങ്ങൾ വിചാരിക്കും പോലെ ഇത് അശുദ്ധിയുടെ സന്താനമല്ല. സാക്ഷാൽ ബാൽദേവൻ എൻ്റെ ഉദരത്തിലൂടെ ഒരു വിശുദ്ധ പ്രജയായി അവതരിച്ചിരിക്കുകയാണ്. ഈ കുഞ്ഞ് സാക്ഷാൽ ബാൽദേവനാകുന്നു. ആ കുഞ്ഞിന് അവൾ ഒരു പേരിട്ടു, നിനസ് എന്ന ഈ ആൺകുഞ്ഞിനെ കരങ്ങളിൽ എന്തിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇവൾ സാക്ഷാൽ ബാൽദേവനാകുന്നു. എതിർത്തവരെ വാളിന്റെ വായ്ത്തലയ്ക്ക് അരിഞ്ഞു മാറ്റി, അനുകൂലിച്ചവരെ പുരോഹിതന്മാരാക്കി. എന്നുമെന്നും അവൾക്കും ഈ കുഞ്ഞിനും മുമ്പിൽ നിന്ന് പാട്ടുപാടുവാൻ അവരെ പ്രേരിപ്പിച്ച് ഈ കുഞ്ഞിനെ കൂടി ഒരു വിശുദ്ധ വസ്തുവാക്കി പ്രകടിപ്പിച്ചുകൊണ്ട് അവൾ ബാബിലോന്യ മതത്തിലേക്ക് ഒരു പുതിയ ദേവനെ കൂടി തുന്നിച്ചേർത്തു. അവന്റെ പേര് നിനസ്. അറിയ സഹോദരരെ, ഇന്നും ഇറാഖിന്റെ മണ്ണിൽ നടക്കുന്ന അതിശക്തമായ ബൈബിൾ പഠിതാക്കളുടെയും ചരിത്ര ഗവേഷകരുടെയും ഉത്ഖനന പഠനങ്ങളുണ്ട്. അതിന്റെ പേര് പുരാവസ്തുശാസ്ത്രമെന്നല്ലേ, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടക്കുന്നു. ഈ മണ്ണുമൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിമകളുണ്ട്. ശിലയിൽ തീർത്തത്, ചെമ്പിൽ തീർത്തത്, പുരാതനങ്ങളായ പല ലോഹങ്ങളിലും തീർത്ത നിരവധി ശില്പങ്ങൾ. ആ ശില്പങ്ങളുടെ പ്രത്യേകത പറയാ. അതിൽ ഇതാ നിമ്രോദ് എന്ന ആ ദേവനിരിക്കുന്നു. നിമ്രോദ് ഒരേ സമയം ബാൽദേവന്റെ പ്രതീകവും അവരുടെ ദൈവവുമാകുന്നു. നിമ്രോദ് എന്ന രാജ്യസ്ഥാപകൻ. ആ നിമ്രോദിന്റെ പത്നി അപ്പുറത്ത് ഇരിക്കുന്നു. അവളുടെ പേര് സെമിറാമിസ് എന്നാണ്. ഇരുവരുടെയും മടിയിൽ ഇതാ തലവച്ചിങ്ങനെ കിടക്കുന്ന നിനസ് എന്ന കുട്ടി. ഇവരുടെ 3 പേരുടെയും നിയന്ത്രണം സൂര്യദേവന്റെ അനുഗ്രഹത്താലാണെന്നറിയാൻ ഈ കുഞ്ഞിന് ചുറ്റും ഒരു സൂര്യപ്രഭയുടെ വലയം, ഈ പിതാവിന് ചുറ്റും ഒരു സൂര്യപ്രഭയുടെ വലയം, ഈ സ്ത്രീക്ക് ചുറ്റും ഒരു സൂര്യപ്രഭയുടെ വലയം. നോക്കണേ, അങ്ങനെ അപ്പനും അമ്മയും കുഞ്ഞും ഒരുമിച്ചിരിക്കുന്ന ആരാധ്യ ചിത്രങ്ങൾ മലയാളികളായ ഞാനും നിങ്ങളും പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോഴൊക്കെ ഓർത്തുകൊള്ളണം, അത് യേശുക്രിസ്തുവല്ല. അത് കാണുമ്പോഴൊക്കെ ഓർത്തുകൊള്ളണം, അത് യൗസേഫല്ല. അത് കാണുമ്പോഴൊക്കെ ഓർത്തുകൊള്ളണം, അത് മറിയയല്ല. അവളെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞു കൊള്ളണം, ഇവൾ ബാബിലോന്യ മഡോണ എന്ന എഫെസോസിലെ അർത്തമീസ് എന്ന സെമിറാമിസ് എന്ന ഇഷ്ടാറാണ്. ആ കാണുന്നത് നിമ്രോദാണ്. ആ കാണുന്ന കുട്ടി നിനസാണ്. കൃപയാൽ പണ്ടൊക്കെ അവളെ നോക്കി കുമ്പിട്ട ചിലരെയെങ്കിലും കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പോൾ ഇതാ യോഹന്നാൻ കാലങ്ങൾക്കപ്പുറത്ത് പറയുക, എന്റെ ജനമായുള്ളവരെ, അവളെ വിട്ടിറങ്ങണം. അവളുമായി അശുദ്ധ സംസർഗത്തിൽ ഏർപ്പെടുന്നവരെ വിട്ടിറങ്ങണം. ആരാധന സംബന്ധമായി ക്രൈസ്തവന് സ്വീകാര്യമല്ലാത്ത, ബൈബിൾ കൊണ്ട് തെളിയിക്കാനാവാത്ത, ബൈബിളിൽ ഇല്ലാത്ത അശുദ്ധമായ ആരാധനകൾ വെച്ചുകെട്ടി ബാബിലോന്യ ചിന്തകളെ ക്രൈസ്തവമെന്ന വ്യാജേന തെരുവോരം വിറ്റരിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ കാണുമ്പോൾ ഉള്ളിൽ ചൂടുപിടിച്ച ഭക്തൻ ആത്മാവിൽ ശാസിച്ചിട്ട് പറയണം, നീ യേശുവല്ല, അനന്യനായ ദൈവത്തിന്റെ പുത്രനല്ല, ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥ ഒരുവൻ മാത്രം. അനേകർക്ക് വേണ്ടി തന്നെത്താൻ മറുവിലയായി ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ ഒരിക്കലായി ആ ക്രിസ്തു ചൊരിഞ്ഞ പാപപരിഹാര യാഗത്തിൽ, അവിടുന്ന് ചൊരിഞ്ഞ പുണ്യാഗ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമുണ്ട് എന്ന് വീണ്ടെടുപ്പ് ഏറ്റെടുത്ത ദൈവവൈദ്യങ്ങൾക്ക് നാം ഏറ്റെടുത്ത സന്ദേശത്തിന്റെ സാരാംശം അത്യധികം ആവേശത്തോടെ ഉലകത്തോട് മുഴുവൻ വിളിച്ചു പറയാ, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരൊറ്റ നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. എത്ര സന്തോഷകരം! യേശുവേ, അങ്ങ് നിനസല്ല. ഉലകത്തിൽ ഒരുവനോടും തുലനം ചെയ്യാൻ സാധിക്കാത്ത, ഒരുവനെ കൊണ്ട് ഉപമിക്കാൻ സാധിക്കാത്ത, ദൃശ്യമായതോ അദൃശ്യമായതോ ഒരു വസ്തുവുമായി തുലനം ചെയ്യാനാവാത്ത, ഒരു ചിത്രകാരന്റെയും കരവിരുതിൽ ഒതുങ്ങാത്ത, ഒരു ശില്പിയുടെയും കൽപ്പണിയിൽ ഒതുങ്ങാത്ത മഹാനായ ദൈവത്തിന്റെ പുത്ര, ഇന്ന് രാത്രി ഞങ്ങൾ നിന്നെ ആരാധിക്കുമ്പോൾ ഉലകത്തിന്റെ മറുതലയ്ക്കലും സ്വോത്രത്തിന്റെയും ആരാധനയും പുകഴ്ചയുടെയും ശബ്ദമുയരുമ്പോൾ സ്വർഗത്തിൽ ഞങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദം, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും, സകല ഭാഷകളിൽ നിന്നും, സകല ജനതകളിൽ നിന്നും നീ ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി. അങ്ങനെ ഭൂലോകരെയും അധോലോകരെയും സ്വർലോകരെയും മുഴങ്കാലികൾ മടങ്ങുന്ന
എന്ന നസ്രയനായ യേശുവിന്റെ നാമം ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങട്ടെ. എന്നാണ് സകല മുഴങ്കാലും എന്റെ മുമ്പാകെ മടങ്ങുമെന്ന് അരുളി ചെയ്ത നസ്രായനേ, അത്യധികം അഭിമാനത്തോടെ ഞങ്ങൾ അങ്ങേ ഉയർത്തുന്നു. അങ്ങയെക്കുറിച്ചുള്ള സ്തുതി, അങ്ങയെക്കുറിച്ചുള്ള പുകഴ്ച അതത്ര ആനന്ദകരം, അതത്ര സന്തോഷകരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇഹലോകം വിട്ടു പോകേണ്ടി വന്നാലും, ഏതുകൊണ്ട് മരിക്കേണ്ടി വന്നാലും, ഏത് നിലവാരത്തിൽ മരിക്കേണ്ടി വന്നാലും, ഹൃദയസ്തംഭനം കൊണ്ട് ഉലകം വിട്ടു പോകേണ്ടി വന്നാലും, നമുക്ക് ഒരേ സ്വരത്തിൽ ആഗ്രഹിക്കാം. ഏറ്റവും ഒടുവിൽ ചോദിച്ചു മരിക്കുന്നത് വെള്ളമാകരുത്. ഏറ്റവും ഒടുവിൽ ചോദിക്കുന്നത് അമ്മയെ കാണണമെന്ന് ആഗ്രഹമാകരുത്. ഇളയ സന്താനത്തെ കാണണം, മകളെ കാണണം, മകനെ കാണണം, ഭാര്യയെ കാണണം, ഭർത്താവിനെ കാണണം എന്ന മനുഷ്യ സഹജമായ ആഗ്രഹത്തെക്കാൾ ഞങ്ങളുടെ ഉള്ളിലെ ചിന്ത അവസാന ശ്വാസത്തിലും വിളിച്ചു പറയണം, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവ, നിത്യപിതാവ്, സമാധാന പ്രഭു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മലയാളം പരിഭാഷയിലെ ആ പദങ്ങൾ കേൾക്കാൻ സുഖമുണ്ടെങ്കിലും അതിലും കുറെ കൂടി ആഴമാണ്. അതിന്റെ തനി പരിഭാഷ അത്ഭുത മന്ത്രിയല്ല, തനി പരിഭാഷ he will be the wonderful counselor. അവൻ അത്ഭുത ആലോചനക്കാരൻ. മലയാള പരിഭാഷയിലെ അത്ഭുത മന്ത്രിയുടെ ശരി പരിഭാഷ എങ്ങനെ വേണം? അവൻ അത്ഭുത ആലോചനക്കാരൻ. ഈ വചനം കേൾക്കുന്നവർക്കിടയിൽ ഏത് കുഴഞ്ഞുമറിഞ്ഞ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ അകപ്പെട്ട ഒരാളെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ അറിയണം, അവൻ അത്ഭുത ആലോചനക്കാരൻ. നിന്റെ മാത്രം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരുവനല്ല അവൻ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരങ്ങൾ കുറിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കാതുകൾ മന്ദമായിട്ടില്ല. നീ ഏത് ഗോത്രത്തിൽ പിറന്നുവോ, ഏത് ജാതിയിൽ പിറന്നുവോ, ഏത് വംശത്തിൽ പിറന്നുവോ, നീ ആരായിരിക്കുന്നുവോ എന്ന് ഗണ്യമാക്കാതെ, ഇന്നലകളെ ഓർക്കാതെ മനസ്സലിവ് കട്ടുന്ന ആ മഹാദൈവത്തിന്റെ പുത്രൻ ഇന്ന് അവനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ഞങ്ങൾ ഒന്നുകൂടി നടത്തട്ടെ. അവൻ അത്ഭുത ആലോചനക്കാരൻ. നിത്യപിതാവല്ല ശരി പ്രയോഗം. He will be the father of eternity. അവൻ നിത്യതയുടെ പിതാവ്. ഇതാണ് സ്വർഗീയ സീമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്റെ സൃഷ്ടിയായ കന്യകാമറിയുടെ ഉദരത്തിൽ ഭുജാതനായി മുഴുവൻ മനുഷ്യരാശിയുടെയും പാപത്തെ ഏറ്റെടുത്ത് അതിദാരുണമായി ഗെത്സമനയിൽ അവൻ വിചാരണ ചെയ്യപ്പെട്ട് പിലാത്തോസിന്റെ കൊത്തളത്തിൽ വെച്ച് വിധിക്കപ്പെട്ട് കാൽവരുടെ മലയിൽ വെച്ച് ദാരുണമായി കൊല ചെയ്യപ്പെട്ട് ആ മരക്കുരിശും കരങ്ങളിൽ എന്തിക്കൊണ്ട് അവസാന ശ്വാസവും അവസാനത്തിൽ രക്തവും മനുഷ്യരാശിക്ക് വേണ്ടി ഒഴുക്കിത്തന്ന ആ നസ്രായന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ ഭോജനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഹല്ലേലൂയ. ഈ അത്ഭുത മന്ത്രിയുടെ പുനരാഗമനത്തിന്റെ ചിന്തയാ സുവിശേഷത്തിന്റെ കാതൽ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമുക്ക് ഈ ആളും സ്ഥലവും ഒക്കെ അത്യാവശ്യം മനസ്സിലായി തിരിക്കുക. ഞാനിനി ഒത്തിരി അവിടെ തങ്ങുന്നില്ല. വെറുതെ അല്ല ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് ഒത്തിരി നേരം പറഞ്ഞത്. അവിടെ നമ്മുടെ ഒരു അപ്പച്ചൻ ജീവിച്ചിരുന്നു. എൻ്റെ നിങ്ങളുടെ എല്ലാവരും അപ്പച്ചൻ. സകല മുസൽമാൻ്റെയും സകല യഹൂദൻ്റെയും ജനിക്കാനിരിക്കുന്ന ക്രൈസ്തവൻ്റെയും ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കുന്നവൻ്റെയും കൂടെ അപ്പൻ അവിടെ ജീവിച്ചിരുന്നു. അയാളുടെ പേര് അബ്രഹാം എന്നാണ്. അബ്രഹാം അവിടെ ജീവിച്ചിരുന്നു എന്ന് ആരാ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ പറയും, ഞാൻ തന്നെ പറഞ്ഞല്ല, ഇത് സ്തെഫാനോസ് മരിക്കും മുമ്പ് പറഞ്ഞതാണ്. സ്തെഫാനോസിൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ പുള്ളിക്കാരൻ യെരുശലേമിൻ്റെ ആ പ്രധാനപ്പെട്ട ടൗണിൽ നിന്നുകൊണ്ട് ഒറ്റ പ്രസംഗം അങ്ങനെ പറയുക, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പ് മെസപ്പൊട്ടേമിയയിലായിരുന്നപ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. 7:2 അപ്പോസ്തല പ്രവൃത്തി പിന്നീട് വായിച്ചാൽ മതി. കേട്ടല്ലോ, ഇവിടെ ആയിരുന്നപ്പോഴാ മെസപ്പൊട്ടേമിയയിലെ ഊർ എന്ന് പറയുന്നത് ചന്ദ്രദേവതയായ നാനാറിന് വേണ്ടി പ്രതിഷ്ഠിച്ച സ്ഥലം. ആർക്ക് വേണ്ടിയാ? നായനാരെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആവശ്യമില്ലാത്ത എൻ്റെ പേര് പറഞ്ഞിപ്പിക്കരുത്. നാനാർ, NANAR, നാനാർ, അതവരുടെ ചന്ദ്രദേവതയാണ്. ഈ ഊർ എന്ന് പറയുന്ന സ്ഥലം എക്സ്കവേറ്റ് ചെയ്ത് നടത്തിയ പഠനമുണ്ട് പുരാവസ്തു ഗവേഷകർ. അവിടെ കിട്ടിയത് 25 ഹെക്ടർ വിസ്തൃതി വരുന്നൊരു പടുകൂറ്റൻ പട്ടണം, വ്യക്തമായി പണി കഴിപ്പിച്ച പ്ലാന്റ് സിറ്റി, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, പടുകുറ്റൻ ആയുധപ്പുഴകൾ. അതുകൂടാതെ ഈ സ്ഥലത്തുനിന്ന് കണ്ടെത്തി വ്യത്യസ്ത രൂപത്തിലുള്ള നിരവധി ദൈവസങ്കല്പങ്ങളുടെ ശില്പങ്ങൾ. ഈ സ്ഥലത്തുനിന്ന് കണ്ടെത്തി മനുഷ്യൻ അന്ന് എഴുത്തിന് ഉപയോഗിച്ചിരുന്ന ഫലകങ്ങൾ. അന്ന് മനുഷ്യൻ പ്രധാനമായും എഴുതാൻ ഉപയോഗിച്ചത് പാവപ്പെട്ടവന്റെ എഴുത്ത് ഓട് കഷണത്തിലായിരുന്നു. കാശുള്ളവൻ പാപ്പിറസിലും
പാവപ്പെട്ടവൻ ഓട് കഷണത്തിനും. ഓട് കഷണം കളിമൺ ചെളികൾ ഫലകങ്ങളായി പരത്തി അതിൽ ആലേഖനം ചെയ്ത ശേഷം ചൂളയിൽ ചുട്ടെടുത്ത് വെക്കും. പക്ഷെ പാത്രങ്ങളൊക്കെ കത്തിപ്പോയി, നശിച്ചുപോയി. പക്ഷെ ആ ഫലകങ്ങൾ ഇന്നും കിടപ്പുണ്ട്. അതിന് ചരിത്രകാരന്മാർ പറയുന്ന ഒരു പേരുണ്ട്, ഒബ്സ്ട്രാക്കാ ലിഖിതങ്ങൾ. ഒബ്സ്ട്രാക്കാ ലിഖിതങ്ങൾ ധാരാളമായി അടുക്കി വെച്ചിരിക്കുന്നൊരു ലൈബ്രറി നമ്മൾ അബ്രഹാമിൻ്റെ നാട്ടിൽ കണ്ടെത്തി. ഇതൊന്നും അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല. ഇതൊന്നും കേട്ടാൽ ആര് സ്നാനപ്പെടുകയെന്ന് എനിക്കറിയാം. ഒബ്സ്ട്രാക്ക കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ആരുടെ ഈ ശരീരത്തിൽ നിന്ന് ഒരു ദുരാത്മാവും വിട്ടുപോകില്ല, എനിക്കുറപ്പാണ്. പക്ഷെ എന്തിനാ പറഞ്ഞേ, ഇത്രയും ഡെവലപ്ഡായൊരു സിറ്റിയിൽ ശതകോടികളുടെ ആസ്തിയുള്ള ഒരുവന്റെ മകനായി പിറന്ന അബ്രഹാം ഒരു രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു, അബ്രഹാമേ ഇതങ്ങ് കളഞ്ഞേക്കാൻ, ഈ സ്ഥലം കളഞ്ഞിട്ടിറങ്ങാൻ. ഈ ശബ്ദം കേട്ടപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, കോടികളുടെ ആസ്തി ഉണ്ടെങ്കിലും ഇത്രയും സുഖമുള്ളൊരു ശബ്ദം ഉലകത്തിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ആശ്വാസപ്രദന്റെ ശബ്ദം എൻ്റെ അന്തരംഗത്തോട് ഇടപഴകുന്നു. ഞാൻ ഇവിടം വിട്ടിറങ്ങുക. ഏകരായി വീട് വിട്ടിറങ്ങി യേശുവിനും ബൈബിളിനും വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അറിയുക, ഇറങ്ങുമ്പോൾ നീ ഒറ്റയ്ക്കാ. ഇന്നിവിടെ വരെ വന്നപ്പോൾ ഒറ്റയ്ക്കല്ല. ആകയാൽ നാമും സാക്ഷികളെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ആവേശഭരിതരായി മുന്നേറിക്കൊള്ളണം, മുമ്പോട്ട് പോയിക്കൊള്ളണം. ഉലകം മുഴുവൻ ബന്ധുബലമുള്ളവരാണ് നമ്മൾ. എന്തായി പറയാൻ കാരണം, ഞാനിന്ന് ഇവിടെ നിന്ന് വിഷമിച്ചാൽ മതി. മൈലുകൾക്കപ്പുറത്ത് ഒരുത്തനെ ദൈവം തട്ടി ഉണർത്തിനോട് എണീക്കലാന്ന് പറയും. എൻ്റെ മകൻ അവിടെ ഒന്ന് പ്രസംഗിക്കുക, നീ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി. നമുക്കെല്ലാം അനുഭവമില്ലേ? രാത്രി 12 മണിക്കൊക്കെ നമ്മളെ തട്ടി ഉണർത്തിയിട്ട് കർത്താവ് പറയും, എൻ്റെ മകൾ അവിടെ കിടന്ന് വേദനിക്കുന്നു, നീ ഒന്ന് പ്രാർത്ഥിച്ചേ. നമുക്ക് ദൈവത്തോട് ചോദിക്കാം, എന്നാൽ പിന്നെ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണോ, നിനക്ക് നേരിട്ടങ്ങ് ചെയ്തപ്പോഴേ. കർത്താവ് പറയും, എനിക്ക് ചെയ്യാം, പക്ഷേ നിനക്ക് കൂടി വില വരേണ്ടതിനും ഉത്തരവാദിത്വം വരേണ്ടതിനുമാണ് ഞാൻ നിന്നെ ഈ പണി ഏൽപ്പിക്കുന്നത്. സ്തോത്രം. ദൈവജനം ദൈവദാസന്മാരെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം. ദൈവദാസന്മാർക്ക് വേണ്ടി സവിശേഷമായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നിരാശരാകാതെ പ്രാർത്ഥിച്ചുകൊള്ളാം. ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി ഉലകം മുഴുവൻ നമുക്ക് ബന്ധുബലമുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുവാൻ ദൈവകൃപ നൽകട്ടെ. സ്തോത്രം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ചു അബ്രഹാം. ഇറങ്ങിത്തിരിച്ചു വരുന്ന വഴിക്ക് ഒറ്റയ്ക്കിങ്ങോട്ട് വരിക. കൂടെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഈ വരും വഴിക്ക് 10 രാജാക്കന്മാർ അബ്രഹാമിൻ്റെ വഴി തടഞ്ഞു. ഇതുവഴി വിട്ടുകലെന്ന് പറഞ്ഞു. 10 രാജാക്കന്മാർ പോകും വഴിക്ക് വഴി തടഞ്ഞപ്പോൾ 10 രാജാക്കന്മാരോടും അബ്രഹാം ഒറ്റയ്ക്ക് അടരാടി ജയിച്ചു വന്നു. അബ്രഹാം രാജാവല്ല, തോൽപ്പിച്ചതെല്ലാം രാജാക്കന്മാരെ. അടരാടി ജയിച്ചു വാഗ്ദത്തദേശത്ത് ചെല്ലുന്ന അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ നീ എന്തിനാ ഈ 10 രാജാക്കന്മാരെ നേരിട്ടത്? എങ്ങനെ? അങ്ങനെ പറയും, എൻ്റെ കഴിവൊന്നുമല്ല, എൻ്റെ ആയുധത്തിൻ്റെ മൂർച്ചയല്ല, അവൻ്റെ ആയുധത്തിൻ്റെ മൂർച്ച ഇല്ലാഞ്ഞിട്ടുമല്ല, അവൻ്റെ യുദ്ധതന്ത്രം അറിയാഞ്ഞിട്ടുമില്ല. ഏതളവ് കൊണ്ട് അളന്നാലും അവൻ എന്നെക്കാൾ മുകളിലായിരുന്നു അവൻ്റെ യുദ്ധതന്ത്രം. പക്ഷെ ഇവിടെ വരെ വരാൻ കാരണം ഒരു വാഗ്ദത്തമായി എന്നെ പറഞ്ഞയച്ചതെങ്കിൽ 10 അല്ല 100 അല്ല 10,000 പേര് വഴി തടഞ്ഞാലും ഭക്തനൊരു കാര്യം ഉറപ്പാ, ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. ഞാൻ എൻ്റെ അവകാശങ്ങളെ പിടിച്ചു പറ്റുവാൻ എന്നെ അയക്കുന്ന പ്രചോദിപ്പിച്ചയക്കുന്ന ഒരു ദൈവമുണ്ട്. ആര് വഴി തടഞ്ഞാലും ഞാൻ വാഗ്ദത്തങ്ങളാൽ അതിനെ നേരിടും. അതാ വചനം ഉള്ളിലുള്ളവന്റെ ശക്തിയെങ്കിൽ വചനം ഹൃദയാന്തരഭാഗത്ത് ഗ്രസിക്കുന്ന നമുക്ക് പറയാം, നിനക്കെതിരെ വരുന്ന ഒരായുധവും വലിക്കയില്ല. ഒരു രാജാവിനും ഒരു പ്രവൃത്തിക്കാരനും ഒരു ദുഷ്പ്രവൃത്തിക്കാരനും ഒരു ഗൂഢപ്രയോഗക്കാരനും ഒരു മാന്ത്രികനും നിനക്കെതിരെ നിൽക്കാൻ സാധിക്കയില്ല. ഞാൻ യഹോവയാകുന്നു. പ്രൈസ് ദി ലോർഡ്. സർവശക്തന്റെ നിഴലിൽ യാത്ര ചെയ്ത അബ്രഹാം ഈ യാത്ര ചെയ്ത് അങ്ങ് ചെന്നു. പോകും വഴിക്ക് പലരെയും തോൽപ്പിച്ച അബ്രഹാം ഒടുവിൽ ഈ അബ്രഹാമിന് 14-ാം തലമുറയിൽ ഒരു സന്താനമുണ്ടായി. മത്തായി 1:17 എടുത്തു വെച്ചു. ഒരു സന്താനം. അബ്രഹാം ഇറങ്ങിപ്പുറപ്പെട്ടതിൻ്റെ 14-ാം തലമുറയിലെ ആ സന്താനത്തിൻ്റെ പേര് ദാവീദ് എന്നായിരുന്നു. ആരാണ് ദാവീദ്? ഇസ്രായേലിൻ്റെ മധുര ഗായകൻ, ഇസ്രായേലിൻ്റെ ഒരു പ്രബല രാജാവ്, 2ാമത്തെ രാജാവ്, യഹൂദഗോത്രത്തിൻ്റെ തലതൊട്ടപ്പൻ, അവരുടെ സാംസ്കാരിക കേന്ദ്രം, ജ്ഞാനിയായ സലോമോന്റെ പിതാവ്. നമ്മുടെ കർത്താവിനെ പിറവിക്കുടൻ വിളിച്ചൊരു പേരുണ്ട്, ദാവീദ് പുത്ര. അങ്ങനെ യേശുവിൻ്റെയും വലിയപ്പനായ ദാവീദിന് ജന്മം കൊടുക്കാൻ
14 തലമുറയിൽ അബ്രഹാമിന് ദൈവം സാധിച്ചു. അബ്രഹാമിൻ്റെ 14 തലമുറയിലെ മകൻ്റെ പേര് ദാവീദ്. ഈ ദാവീദ് കാരണമാണ് നമ്മുടെ ബൈബിളിന് ഇത്രയും കനം വന്നതെന്ന എൻ്റെ ഒരു അഭിപ്രായം. സങ്കീർത്തനം ചുമ്മാ ഇരുന്ന് അച്ഛൻ അങ്ങ് എഴുതി കൂട്ട് ഓരോ ദിവസവും. ഈ അച്ഛൻ സങ്കീർത്തനം എഴുതുന്ന രംഗം കേട്ടാൽ നമുക്ക് അത്ഭുതം വരും. ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിയപ്പോൾ പാടിയത്. മോൻ്റെ മുമ്പിൽ നിന്ന് ഓടി നോക്കിയാൽ സങ്കീർത്തനം വരും. അവൻ തല്ലാൻ വരുമ്പോഴും ഒരു സങ്കീർത്തനം പുള്ളി ഓടുന്ന വഴിക്ക് പറയുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, നീ ഓടാന്ന് എൻ്റെ വാക്കി. ശൗൽ ആയുധം കൊണ്ട് വരുമ്പോൾ പറയുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തന്ന യഹോവയെ ഞാൻ എല്ലാ കാലത്തും വഴും. അതിന് വെങ്കിയാർത്ഥമുണ്ട്, നീ പോയി പണിയൊക്കെ വെച്ചത്. പ്രിയോ ദാവീദിഞ്ഞ് പൊരുക. ഞാനടുത്ത് ക്ലാസ് എടുക്കുമ്പോൾ സങ്കീർത്തനം പഠിപ്പിക്കാൻ പറഞ്ഞു, ദൈവം ദാവീദ് കാരണമാണ് ഈ 150 സങ്കീർത്തനം നമുക്ക് തന്നേന്ന്. ഇപ്പോൾ കേട്ടോ പറയാം, അങ്ങനല്ല, ശൗല് കാരണമാണ്. എന്താ, ശൗലുള്ളത് കൊണ്ടാണ് ദാവീദ് ഈ പാട്ടെല്ലാം എഴുതിയത്. അതൊരു സത്യമാണ്. ശൗൽ എത്ര ഉണ്ടെങ്കിലും അത് ഞങ്ങൾക്കൊരു വിഷയമല്ല. നീ എന്തോ കാണിച്ചാലും ഞങ്ങളത് ഗൗനിക്കുന്നേ ഇല്ല. ശൗൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ആയുധം കൊണ്ട് വന്നാലും അത് ഞങ്ങൾക്കുള്ളതല്ല. ദൂരെ വരുന്ന കഴുമരം കണ്ട് ഹാമാൻ വിളിച്ചു പറയുന്നുണ്ട് മോർദെഖായിയോട്, നിന്നെ ഞാൻ തൂക്കും. അപ്പോഴൊക്കെ മോർദെഖായിക്ക് ഉള്ളിൽ പറയും, ചുമ്മാ മനസ്സിലിരിക്കച്ച, അത് എനിക്കുള്ളതല്ല. ഭക്തൻ തിരിച്ചറിയട്ടെ, ഏത് പ്രതികൂലങ്ങൾ കണ്ടിട്ടും പറയണം, അതെനിക്കുള്ളതല്ല, അതെനിക്കുള്ളതല്ല. വിശ്വാസത്തിൽ പറഞ്ഞാട്ടെ, അതെനിക്കുള്ളതല്ല. ഏത് ഗൂഢപ്രവൃത്തി കണ്ടാലും ഏത് തിന്മ കണ്ടാലും ഭക്തൻ ആവേശത്തോടെ പറയണം, അതെനിക്കുള്ളതല്ല. എനിക്കുള്ളത് വേറൊന്ന് ദൈവം കരുതി വെച്ചിട്ടുണ്ട്, അതിനെ അപകരിക്കാൻ ആർക്കും കഴിയില്ല. 14 തലമുറയിലൊരു കുട്ടി ദാവീദ്. ഒന്ന് വായിച്ചു വാക്യം, സന്തോഷമുള്ളൊരു വാക്യമാണ്. മത്തായി 1:17. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14. അവിടെ നിർത്തിക്കുക വാസനെ. നമ്മളെന്താ വായിച്ചത്? ഇങ്ങനെ തലമുറകൾ അബ്രഹാം ബാബിലോണിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ടതിൻ്റെ 14 തലമുറ എത്തുമ്പോൾ ദാവീദ്. അതും എനിക്ക് മനസ്സിലായി. അടുത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴീ വായിച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോഴാ പലരും ശ്രദ്ധിക്കുന്നത്. 28 തലമുറ എത്തുമ്പോൾ ദാവീദിൻ്റെ ചെറുമക്കൾ എവിടെ ചെന്നു തിരിച്ച്? വലിയപ്പൻ എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ തിരിച്ചു ചെന്നു. വഞ്ചി വീണ്ടും തിരുനക്കര എന്നൊരു പ്രയോഗമില്ലേ, അങ്ങ് ചെന്നു. പിടിയോ നമ്മുടെ മുഴുവൻ ആവേശം പോയി. അബ്രഹാം ഇറങ്ങി വരുമ്പോഴേക്ക് 10 പേരെ വെട്ടിക്കൂട്ടിയ മണ്ണിലൂടെ ബിംബങ്ങളെ തച്ചുടച്ചു ജയാളിയായി വന്ന അബ്രഹാമിൻ്റെ ചെറുമക്കൾ തിരിച്ചിങ്ങി പോന്നു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, വെട്ടാത്ത കിണറും നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടമൊക്കെ തരും. വാഗ്ദത്തം കയ്യിലുള്ളവൻ്റെ ചെറുമക്കൾ ഇഴഞ്ഞു വലിഞ്ഞൊരു പരുവത്തിൽ തിരിച്ചവിടെ എത്തി. എവിടെ? പഴയ സ്ഥലത്ത്. ഇസ്രായേൽ മക്കൾ അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് അബ്രഹാമിൻ്റെ 14 തലമുറയ്ക്ക് മുമ്പേ എത്തി. ദാവീദിൻ്റെ കാലമെത്തുമ്പോൾ രാജ്യം അവർക്ക് വഴങ്ങി കീഴ്പ്പെട്ടു. വീണ്ടും ശലോമോന്റെ കാലമെത്തുമ്പോൾ ഒരു ദേവാലയം യാഥാർത്ഥ്യമായി. നിമ്രോദിന്റെ നാട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചവന്റെ തലമുറയ്ക്ക് നഷ്ടം വന്നില്ല. ബഹുദൈവ ചിന്തകളുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ചർച്ച ചെയ്യുന്നൊരു മണ്ണിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചവന്റെ 28 തലമുറയ്ക്ക് 14 തലമുറയിൽ അനുഗ്രഹീതമായൊരു ദൈവാലയം. ആ ദൈവാലയത്തിലൊരു ശബ്ദം എപ്പോഴും ഉയർന്നു കേൾക്കും, അറിയുക ഇസ്രായേലേ, നിന്റെ ദൈവം ഏകനാകുന്നു. അങ്ങനെ ബാബിലോണും ജെറുസലേമും 2 പ്രതീകങ്ങളായി മാറി പിൽക്കാലത്ത്. ജെറുസലേം ഏകസത്യ ദൈവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭൂമിയിലെ ആദ്യത്തെ ആരാധന കേന്ദ്രം. ഏകസത്യ ദൈവത്തെക്കുറിച്ച് പാടിയവരും പ്രസംഗിച്ചവരും ഏറെയുണ്ട്. യഹോവയുടെ നാമത്തിലുള്ള ആരാധന പണ്ടുപണ്ടേ തുടങ്ങി ശേത്തിന്റെ കാലത്ത്. പക്ഷെ ഒരാലയം കൈവരിക്കുന്നത് ശലോമോന്റെ കാലത്താണ്. ധാരാളം ആളുകൾ അവിടെ ആലയത്തിൽ ആരാധനയ്ക്ക് കടന്നു വരും. പുരോഹിതന്മാർ യാഗമർപ്പിക്കും. വലിയ സന്തോഷത്തിന്റെ കാലം കൈവിട്ടു പോകുമ്പോൾ ഒരു സ്ഥിതി സംജാതമായി.
പുരോഹിതന്മാർ പ്രമാണം വിട്ടു സംസാരിച്ചു തുടങ്ങി. പ്രവാചകന്മാർ വ്യാജം പ്രവചിക്കാൻ തുടങ്ങി. ജനം ബോധിച്ച വണ്ണം നടക്കാൻ തുടങ്ങി. ഇസ്രായേലിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട കാലം സോളമൻ ദ ഗ്രേറ്റിന് ശേഷമുള്ള കാലമായി അധപ്പതിച്ചു. സോളമന്റെ മകന്റെ കാലമെത്തുമ്പോഴേക്കും രാജ്യം 2 തുണ്ടുഭൂമിയായി വിഭജിച്ചു. തെക്കേ രാജ്യവും വടക്കേ രാജ്യവും. വടക്കേ രാജ്യത്തിന് ഇസ്രയേൽ എന്ന പേര് കിട്ടി. അതിന്റെ ക്യാപിറ്റൽ ശമരിയ. തെക്കേ രാജ്യത്തിന് യഹൂദ്യ എന്ന പേര് കിട്ടി. അതിന്റെ ക്യാപിറ്റൽ ജെറുസലേം. ഇസ്രായേൽ മക്കൾ 10 ഗോത്രവും 2 ഗോത്രവുമായി വിഭജിക്കപ്പെട്ടു പരസ്പരം പോരാടി. ഓരോ രാജ്യത്തിലേക്കും ദൈവം പ്രവാചകന്മാരെ അയച്ചു. ആരാധനയ്ക്ക് വരുന്ന ജനത്തിന് സ്വസ്ഥത കിട്ടുന്നില്ല. അവർക്ക് വചനം കിട്ടുന്നില്ല. അവർക്ക് ദൈവത്തിന്റെ നീതി അന്വേഷിക്കാൻ കഴിയാതെ പുരോഹിതന്മാർ പ്രമാണ ലംഘികളായി മാറി. പ്രവാചകന്മാർ വ്യാജം പ്രവചിക്കാൻ തുടങ്ങി. രണ്ടും കൂടി ആയപ്പോൾ പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ, യഹോവേ ഞങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ടു പോകണമേ. ഇതിനനുസരിച്ച് ദൈവം ചില പ്രവാചകന്മാരെ കരങ്ങളിലെടുത്തു. അവർ പറയാൻ തുടങ്ങി, ജനമേ യഹോവയിലേക്ക് മടങ്ങുക, യഹോവയിലേക്ക് മടങ്ങുക, ദൈവത്തിങ്കിലേക്ക് മടങ്ങുക, അവനാകുന്നു സൃഷ്ടാവ്. പുരോഹിതന്മാരത് കേട്ടില്ല. അവർ രഹസ്യത്തിൽ ബാൽബിംബങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. അശേര പ്രതിഷ്ഠകളെ നമസ്കരിക്കാൻ തുടങ്ങി. അസ്തരോത്ത് എന്ന ജാതീയ ദേവതയ്ക്ക് ധൂപമർപ്പിക്കാൻ തുടങ്ങി. രാവിലെ പുരോഹിതൻ ആലയം തുറന്നിട്ട് വിളിച്ചു പറയും, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. രാത്രി ആകുമ്പോഴേക്കും ഇവരുടെ നയം മാറും. എവിടുന്നെങ്കിലും ഒരു വിടുതൽ കിട്ടിയാൽ മതി, അത് അവൻ്റെ ഒരു സന്തോഷം. ഇന്ന് വിളിക്കാൻ നമുക്ക് പറയാൻ സാധിക്കണം, വിടുതൽ കിട്ടിയില്ലെങ്കിലും വേണ്ട, ചില വിടുതൽ എനിക്ക് വേണ്ട. അതിൽ നല്ല രോഗിയായിട്ട് മരിക്കുന്ന സന്തോഷമുണ്ടോ അങ്ങനെ മരിക്കാൻ? തമ്പുരാൻ്റെതല്ലാത്തതായ ഒന്നും എനിക്ക് ആവശ്യമില്ല, ദൈവത്തിൻ്റെ ദാനമല്ലാത്ത ഒന്നും. പ്രൈസലോ, ദൈവം തരുന്നതൊക്കെ അഭിമാനത്തോടെ സ്വീകരിച്ചുകൊള്ളണം. ഞാൻ പറയുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല, വിരോധിച്ചിട്ടും കാര്യമില്ല. എനിക്കിതൊക്കെ പറയാൻ സാധിക്കും. ബൈബിളിലുള്ളതേ ഞാൻ പറയൂ. 3 ദിവസവും ഞാനുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന അബദ്ധങ്ങളുണ്ടെങ്കിൽ തിരുത്താൻ സാവകാശമുണ്ട്. ഒരു മനുഷ്യനെന്ന നിലയിൽ എനിക്കും തെറ്റുപറ്റാം. പക്ഷെ കഴിവതും തെറ്റുപറ്റാതിരിക്കാൻ ബൈബിളിൽ തന്നെ കേന്ദ്രീകരിച്ച് ഈ ചിന്ത മുമ്പോട്ട് കൊണ്ടുപോകണം. ഇന്നും സമാനമായൊരു കാലം നമ്മുടെ മധ്യേ സംജാതമാകുകയാണ്. ഇന്ന് സുവിശേഷ ഘോഷണം അപൂർവമായി മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ കാര്യമല്ല. ചിലരെങ്കിലും ധരിച്ചു വെച്ചു ഈ സുവിശേഷം പറയുന്നത് ശരീരരക്ഷയ്ക്ക് വേണ്ടിയാണ്. ശരീരരക്ഷയ്ക്കാണോ? അല്ല, ശരീരരക്ഷയ്ക്കേ അല്ല. ശരീരരക്ഷ കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. ഏത് മാരക രോഗവും സൗഖ്യമാക്കുന്നവനാണ് യേശു. പക്ഷെ സുവിശേഷം അതിനുള്ളതല്ല. അത് ഈ കൂടെ സംഭവിക്കുന്നതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. ഒന്നുകൂടി പറയാം. ഈ വഴി നിങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് കാണുകയാണ്, ഇവിടെ ചട്നി വിൽക്കപ്പെടും. അവിടെ കയറി നിങ്ങൾ ആഹാരം കഴിക്കുമോ? ചട്നി കഴിച്ചേക്കാം. ഇല്ല, ദോശ വാങ്ങുന്നവന് കൂടെ കിട്ടേണ്ടതാണ് ചട്നി. ഇന്ന് പലരും ഈ ദോശയുടെ കാര്യം വേണ്ടുന്നില്ല, ചട്നി കിട്ടും, ചട്നി കിട്ടും. യോഗത്തിന് വരൂ. പിടികിട്ടുന്നോ? മനസ്സിലായോ? ഇല്ല. യേശുക്രിസ്തു ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ക്യാൻസർ മാറ്റുന്നതല്ല, തൈറോയ്ഡ് മാറ്റുന്നതല്ല, എയ്ഡ്സ് മാറ്റുന്നതല്ല, ആന്ത്രാക്സ് മാറ്റുന്നതല്ല. അതൊക്കെ സംഭവിക്കാം, പക്ഷെ അതിനുള്ളതല്ല സുവിശേഷം. നിങ്ങൾ എന്നോട് പിണങ്ങി. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ബൈബിൾ ആദിയോടന്തം പഠിച്ചാൽ, പുതിയ നിയമം വിശേഷിച്ച് പഠിച്ചാൽ, കർത്താവ് സുഖപ്പെടുത്തി അയച്ച ആളുകളോടെല്ലാം ഖണ്ഡിതമായൊരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തന്ന ഈ രോഗശാന്തിയുടെ കാര്യം ഒറ്റ മനുഷ്യനോട് പറയരുത്, പറയേ ചെയ്യരുത്. എൻ്റെ കർത്താവ് അങ്ങനെ പറഞ്ഞേ? എനിക്കറിയത്തില്ല, അങ്ങോട്ട് ചോദിച്ചോണം. കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. എന്നെ നോക്കാതെ. ഞാനല്ല ഉത്തരവാദി. യേശു പറഞ്ഞു, ആരോടും പറയരുത്.
പോസ്റ്റ്മാനിനകത്ത് ഉത്തരവാദിത്തമില്ല. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. ഫാദർ സീരിയസ്. കത്ത് വായിച്ചിട്ട് പോസ്റ്റ്മാനെ തല്ലരുത്, വേണേ ചെന്ന് അപ്പച്ചനെ കണ്ടോണം. പോസ്റ്റ്മാന്റെ പണി കത്ത് തരിക. യേശു പറഞ്ഞു ഇത്ര മാത്രം, ഞാൻ നിനക്ക് സൗഖ്യം തരും, ഒരു മനുഷ്യനോട് പറയരുത്. കണ്ടോ, ഇത് പറയരുതെന്ന് പറഞ്ഞാൽ പിന്നെ സാക്ഷിയുണ്ടോ? സഭായത്തിലെ സാക്ഷി തീർന്നു, കൺവെൻഷനിലെ സാക്ഷി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ യേശു ഇഹത്തിലേക്ക് അവതരിച്ചത് രോഗശാന്തി വരുത്താനേ അല്ല. ഞാൻ രോഗശാന്തിക്ക് എതിരാണ് പറയുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം രോഗശാന്തി സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇത്രേ ഉള്ളൂ, ദോശ വാങ്ങിയപ്പോൾ ചട്നി വാങ്ങുക. പിടികിട്ടിയോ പറഞ്ഞ് ഇഡ്ഡലി വാങ്ങിയപ്പോൾ കൂടെ സാമ്പാർ വന്നതാ. അല്ല, സാമ്പാർ കഴിക്കാൻ കാര്യമല്ല. നമ്മൾ മനസ്സിലാകുന്നില്ല. ഒന്നുകൂടി പറയാം. യേശു പറഞ്ഞു ആരോടും പറയരുത് ഈ കാര്യം. യേശു പറയാൻ പറഞ്ഞൊരു 3 പേരോട് പറഞ്ഞേക്കണം. ആരോടാ? പിറവിക്കുരുടനോട് പറഞ്ഞു, നീ വീട്ടിൽ ചെന്ന് അമ്മയപ്പന്മാരെ കാണിക്കുക. അവർ മനസ്സിലാകട്ടെ, നിനക്കിപ്പോൾ കണ്ണ് കാണാം. പറ്റിച്ച് അവനൊരു കൊലവാക്കിയതാ. ഇനി അവനെ പറ്റിക്കരുത്, അവനിപ്പോൾ കണ്ണ് കാണാം. വീട്ടിൽ ചെല്ലാനാ പറഞ്ഞു. പിറവിക്കുരുടന് ശേഷം ഗദരദേശത്തെ ഭൂതഗ്രസ്തരോട് പറഞ്ഞു, നീ നാട്ടിൽ ചെന്ന് നിന്റെ ഈ മാറ്റം അവർക്ക് ബോധ്യം വരട്ടെ. അങ്ങോട്ടില്ല. അടുത്തവൻ കുഷ്ഠരോഗിയാണ്. അവനോട് പറഞ്ഞു, നിന്നെ തന്നെ കൊണ്ട് പുരോഹിതന് കാണിക്കാം. അച്ഛന് മനസ്സിലാകട്ടെ, അടുത്ത ആഴ്ച ഞാനും വരും ആരാധനയ്ക്ക്, ഇറക്കി വിടാൻ പറ്റുകയില്ല, പകർച്ചവ്യാധിയെന്നും പറഞ്ഞു. അപ്പോൾ ഈ 3 ബാക്കി സകലരോടും പറഞ്ഞു, ആരോടും പറയരുത്. അതെന്തൊരു പണിയാ കർത്താവ്. ഞങ്ങൾക്കൊരു ആത്മസന്തോഷവും നീ അതിൽ ചെയ്തെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരും. ആളുകൾ ധാരാളം സുവിശേഷം കേൾക്കും. ഞങ്ങളിതൊന്ന് പറഞ്ഞു. കർത്താവ് പറയരുതെന്ന് പറഞ്ഞാൽ പിന്നെ പറയരുത്. കർത്താവ് പറയരുതെന്ന് പറഞ്ഞാൽ പിന്നെ പറയരുത്. പിന്നെ പറയുന്നതിനെ വിളിക്കാവുന്ന പേര് അഹങ്കാരി എന്നാണ്. എന്തോ ഈ ഉപദേശി പറഞ്ഞു പോകുന്നേ, ബൈബിളിലുള്ളതാ പറയുന്നത്. പറയരുതെന്ന് അവൻ പറഞ്ഞാൽ പിന്നെ പറയരുത്. ഇതിനർത്ഥം ഞങ്ങൾക്കൊന്നും രോഗശാന്തി ഇല്ലെന്നല്ല, ഞങ്ങൾക്കെല്ലാം നിരവധി ദൈവത്തിൻ്റെ സൗഖ്യാനുഭവമുണ്ട്. കർത്താവ് പറഞ്ഞു പറയരുത്. ആട്ടെ, എന്താ കർത്താവ് ഈ പറയരുതെന്ന് പറഞ്ഞ്? അങ്ങോട്ട് ചോദിച്ചോണം. എനിക്ക് ഉത്തരവാദിത്തമില്ല നീ പറഞ്ഞതിൽ. യേശു പറഞ്ഞു ആരോടും പറയരുത്. നേരം പറയാം, പണ്ടെൻ്റെ കൈ ഇവിടെ വരെ പൊങ്ങും, ഇപ്പം ഇച്ചിരി കൂടെ പൊങ്ങും. യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. വിറങ്ങൽ ചില ആളുകൾ പോകുന്നുണ്ടോ? ദുരുപദേശം, ഫാൾസ് ഡോക്ട്രിൻ. ഇത് തന്നെ പണ്ട് അവിടെയും സംഭവിച്ചു. എവിടെ? ഇസ്രയേലിൽ. പിടിയിട്ടില്ല. ഞങ്ങളുടെ ആ സന്തോഷം പോയി. സന്തോഷം പോയാലും എനിക്ക് വിരോധമില്ല. ബൈബിളിലുള്ളതാണ് നമ്മളീ പറയുന്നത്. ആരോടും പറയരുത്. എന്തിന് യേശു പറഞ്ഞു എന്ന് ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. എൻ്റെ 3 മക്കളിൽ ഏറ്റവും ഇളയാളൊരു ആൺകുട്ടിയാണ്. 2 പെണ്ണും ഒരാണ്. 8 വയസ്സാണ് പ്രായം. ഈ ആശാന് 1 മാസം മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു 800 രൂപ വേണം. ഞാൻ നടുങ്ങിപ്പോയി. എൻ്റെ ആ പ്രായത്തിൽ ഞാൻ 80 പൈസ ഒന്നിച്ച് കണ്ടിട്ടില്ല. ഇവൻ പറയാ 800 രൂപ. ഞാൻ ചോദിച്ചു, എന്തിനാ? അത് തൃശ്ശൂർ വരെയാണ് പോകാനാണ്. അമ്പടാ, പിള്ളേർ കടത്തി കെട്ടിയില്ലെങ്കിൽ എന്താ ശരി? എൻ്റെ ആ പ്രായത്തിൽ വീട് വിട്ടിറങ്ങുന്ന വലിയ കഷ്ടിച്ച. അപ്പോൾ ഇവൻ പറയാ തൃശ്ശൂർ വരെ പോകാനാ. പിന്നെ ചോദിച്ചു, അതിനെന്തിനാ 800 എന്ന് പറയും. ഞാൻ ഒറ്റയ്ക്കല്ല, കൂട്ടുകാരും ഉണ്ടെന്ന് പറഞ്ഞു. ചോദിച്ചു ചുരുട്ടി വന്നപ്പോൾ ഇത് ടൂറിന് പോകുന്ന കാര്യമാണ്, പിക്നിക്കിന്. ആ പദം വഴങ്ങാത്തതുകൊണ്ട് പറയാം തൃശ്ശൂർ വരെ പോവാ, ചാലക്കുടിയൊക്കെ കാണാൻ. 800 രൂപ അതിന് കൊടുത്തു. 800 രൂപ കിട്ടിയെന്ന് 2 ദിവസം കഴിഞ്ഞ് ആശാൻ പറയുക, ഞാനത് അടച്ചു, ഒരു 200 കൂടി വേണം. അതെന്തിനാ? അത് വട്ടച്ചെലവിനാണ്. അവിടെ അതും കൊടുത്തു. ഇത്രയും പാസ്സായപ്പോൾ പറയുക, ഈ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ഒരു പുതിയ പാൻറ്റും പുതിയ ഷർട്ടും. ഇവൻ ഓരോന്നോരോന്നങ്ങ് വാങ്ങാൻ തുടങ്ങിയില്ലേ. ഇതെല്ലാം കൊടുത്ത് അവനെ വണ്ടിക്ക് കയറ്റി വിടുമ്പോൾ അവൻ ചോദിക്കാത്ത ചിലത് ഞാൻ കൊടുത്തു. അത് വൊമിറ്റ് ചെയ്യാതിരിക്കാനുള്ള ഗുളികയാണ്. അവൻ ചോദിച്ചില്ല, അത് കഴിച്ചോണം.
ചപ്പാത്തി വൈഫിനെ കൊണ്ടുണ്ടാക്കി, അതും പാഴ്സലാക്കി 5:30 മണിക്ക് വണ്ടിക്ക് കയറ്റി വിട്ടു. അവൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം വരാൻ ഞാൻ എന്തിനാ കൊടുത്തേ? അവൻ്റെ അപ്പനാ ഞാൻ. അതുകൊണ്ടാണ്. പിടിക്കോ? എല്ലാം മനസ്സിലാകുന്നുണ്ടോ? അവൻ ചോദിച്ചതല്ല കൊടുത്തത്, ചോദിച്ചതിലും നനച്ചതിലും അവൻ്റെ ആവശ്യം കൂടെ അറിഞ്ഞ് ഞാൻ അവന് കൊടുത്തു. നല്ല കാര്യം. ഇനിയുള്ളത് ഭാവനയാണ്, സംഭവിക്കാത്തതാണ്. 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ കലാലയത്തിലെത്തി എന്ന് വിചാരിക്കുക. എന്നെ ചൂണ്ടിക്കാട്ടി ഞാൻ ചെല്ലുന്നത് കണ്ട് എൻ്റെ മകൻ പറയുക, മിസ്സേ, ദണ്ടാ വരുന്ന മെലിഞ്ഞ മനുഷ്യനെ കണ്ടോ? കണ്ണാടി വെച്ചാൾ, അജുബയിട്ടാൾ. ആ പുള്ളിയാ പിക്നിക്കിന് പോകാൻ എനിക്ക് കാശ് തന്നെ. പുള്ളിയാ എനിക്ക് പാൻറ് കൊടുത്തത്. ഈ പേന വാങ്ങിത്തന്നതും പുള്ളിയാ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് തോന്നുന്നു? വല്ലതും തോന്നുമോ? എനിക്ക് തോന്നും. എൻ്റെ ഉള്ളം തകരുകയല്ലേ? അവൻ അങ്ങനെയാണോ പറയണ്ടേ? എന്നെ കാണുമ്പോഴേ പറയണം, എൻ്റെ പപ്പയാ വരുന്നത്, അതിനകത്ത് സകലതും ഉണ്ടെന്ന്. നീ ആർക്കും ദുഃഖം വേണ്ട. സാക്ഷ്യം പറയുമ്പോൾ പേന തന്നല്ല, പാൻറ് തന്നല്ല, 800 രൂപ എന്നല്ല, എൻ്റെ പപ്പയാണ് കണ്ടാ വരുന്നത്. എനിക്ക് ജന്മം തന്നവനാ കണ്ടാ വരുന്നത്. അവനാണ് എൻ്റെ രക്ഷകൻ, അവനെൻ്റെ വീണ്ടെടുപ്പുകാരൻ. അവന്റെ രക്തം കൊണ്ട് അവൻ എന്നെ വീണ്ടെടുത്തു. അതിനാ ക്രിസ്തു ഈഹത്തിലേക്ക് അവതരിച്ചത്. കിട്ടിയോ? ഇനി 800 കൊടുക്കാൻ കഴിവില്ലാത്ത അപ്പന്മാർ ലോകത്തില്ലേ? നമ്മുടെ അപ്പനൊന്നും ഇത് യഥോചിതം നമുക്ക് തരാൻ പറ്റില്ലല്ലോ. ഇരിക്കുന്ന എല്ലാം കോടീശ്വരന്മാരാണ്, ക്ഷമിക്കണം. ചോദിച്ചാലും നനച്ചാലും ഇരട്ടി ചാക്ക് കണക്കിന് ഞങ്ങളുടെ അച്ഛൻ കാശ് തന്നോന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ ഭൂരിപക്ഷം അങ്ങനെ അല്ലല്ലോ. കുറേ പാവങ്ങളുണ്ട്. അവരെ പ്രതിയായിട്ട് പറയട്ടെ, ഇതൊന്നും തന്നില്ലെങ്കിലും അപ്പനല്ലേ? അപ്പനാ. അത് തരുന്ന ഒരുവനെ നോക്കിയല്ല നമ്മൾ അപ്പാന്ന് വിളിച്ചത്. തന്നില്ലെങ്കിലും ജന്മം തന്നവൻ അപ്പൻ തന്നെയാണ്. നമുക്ക് ഇന്നു മുതൽ അവനെ തരുന്നവനെന്ന അർത്ഥത്തിലല്ല വിളിക്കേണ്ടത്, അബ്ബാ, പിതാവേ. അത് വിളിക്കുന്നവൻ മാത്രം പറയേണ്ടത് സാക്ഷി. അവൻ പറയേണ്ട സാക്ഷ്യം എനിക്ക് ദാനങ്ങൾ കിട്ടി എന്നല്ല, അവൻ എന്നെ വീണ്ടെടുത്തു. അവന്റെ പുത്രത്വം അവൻ എനിക്ക് നൽകിത്തന്നു. അധികാരങ്ങളും അവകാശങ്ങളും അവൻ എനിക്ക് നൽകിത്തന്നു. അതാണ് യഥാർത്ഥ സാക്ഷി. ആ സാക്ഷ്യം മാറ്റിവെച്ച് ആളുകൾ ഇന്ന് മുഴുവൻ യേശു ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ എന്ന നിലവാരത്തിലേക്ക് താഴ്ത്തി. ക്രൂശിൽ 2 കള്ളന്മാരെടുപ്പുണ്ട്. ഒരു കള്ളൻ പറയുക, ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ പറഞ്ഞ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? നീ ദൈവപുത്രനാണെങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങണം, ഞങ്ങളെയും കൂടെ രക്ഷിക്കണം, നിന്നെയും രക്ഷിക്കണം. നമുക്ക് ഈ പദം ഒന്ന് ശ്രദ്ധിക്കാം. ഇവൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മോശപ്പെട്ടൊരു കാര്യമുണ്ടോ? നല്ല കാര്യം, നല്ല കാര്യം അവനാ പറഞ്ഞു. അതിനവനെ രക്ഷിക്കുന്ന നല്ല കാര്യം. ദൈവപുത്രനാണെങ്കിൽ തെളിയിക്കാൻ ഇതിലും നല്ലൊരു അവസരമില്ല. നീ ക്രൂശിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യണം, ഞങ്ങളെയും രക്ഷിക്കണം. കണ്ടോ, കൂട്ടുകാരനെ കുറിച്ച് അവന് സ്നേഹമുള്ളവനാ. കണ്ട് അവനെയും കൂടെ രക്ഷിക്കണം, നമുക്ക് ഒരുമിച്ച് ഇറങ്ങണം. അന്ന് അവൻ പറഞ്ഞത് യേശു കേട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു യേശുവിൻ്റെ മാർഗത്തിൻ്റെ വില നിങ്ങൾക്കറിയാമോ? വലിയ ബുദ്ധിമാനവൻ. ഈ 3 ആളും ഗോൾഗതായിരുന്നു ക്രൂശിൽ നിന്ന് ഇറങ്ങി നേരെ പീലാത്തോസിൻ്റെ അടുത്ത് ചെല്ലുന്നു. പുള്ളിയെ കഥയെ മുട്ടി വിളിച്ചു പറഞ്ഞു, നീ ഞങ്ങളെ ക്രൂശിച്ച് നോക്കിയാൽ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയോടാ പീലാത്തോസേ, നീ എന്നാ ഞങ്ങളെക്കുറിച്ച് ധരിച്ചു വെച്ച്? ഇതേ ഞങ്ങൾ പോവാ. പത്രോസേ, താൻ എന്നെ തള്ളിപ്പറഞ്ഞു, എനിക്കതിന് വിഷയമല്ല. താൻ പോയപ്പോൾ അതേ കരുത്തന്മാർ 2 പേരെ കിട്ടി. 3 പേരും കൂടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് നമുക്ക് ഈ സംഘടന വിജയിപ്പിക്കാം. യഹൂദമതം അന്ന് പൊട്ടി തകർന്നേനെ. ലോകത്തിലെ സകല മതവും പൊട്ടിപ്പോകുന്ന ഇത്രയും വലിയ ഐഡിയ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരുത്തനുമില്ല. എനിക്ക് തോന്നുന്നു ഇവൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അല്ല, ഇത്ര ഐഡിയ കയറി വരികയല്ല. അവൻ പറഞ്ഞത് ശരീരരക്ഷയ്ക്ക് നിന്നെ എനിക്കെങ്ങനെ ഉപയോഗിക്കാം, എൻ്റെ മുറി ഉണക്കാൻ നിന്നെ എനിക്കെങ്ങനെ ഉപയോഗിക്കാം, ക്രൂശിൽ നിറങ്ങാൻ എനിക്ക് നിന്നെ എങ്ങനെ ഉപയോഗിക്കാം. മറ്റവൻ പറഞ്ഞു, ആത്മരക്ഷയ്ക്ക് എനിക്ക് നിന്നെ വേണം, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. അതാ സുവിശേഷം. ആ സുവിശേഷം കിട്ട്. ഇന്നേല കള്ളന്മാർ ഈ കള്ളന്റെ സുവിശേഷം പറയത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ വ്യത്യാസം? കള്ളന്റെ സുവിശേഷം തെറ്റിദ്ധരിക്കരുത്. കണ്ടവൻ പറഞ്ഞു, ശരീരരക്ഷ, രോഗം മാറ്റുന്ന വിദ്യ, കടഭാരം മാറ്റുന്ന വിദ്യ, താൽക്കാലികമായ എന്തെങ്കിലും കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള കുറുക്കുവഴിയാണ് യേശുവെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നെങ്കിൽ സ്നേഹിത, അതിനകത്ത് ആശ്രയം വെക്കരുത്. നിങ്ങൾ തകർന്നു പോകും.
ഇതേ പണി പണ്ട് യെരൂശലേമിൽ നടന്നു. എന്ത്? പുരോഹിതന്മാർ പ്രമാണം വിട്ട് സഞ്ചരിച്ചു, പ്രവാചകന്മാർ വ്യാഴം പ്രവചിച്ചു. ജനം ബോധിച്ചവണ്ണം നടന്നപ്പോ കർത്താവ് തീരുമാനിച്ചു, ഒരു പണിയുണ്ട് ആ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ. അതിന് ബോധവൽക്കരണത്തെക്കാൾ നല്ല പണിയുണ്ട്. ഈ കുടിയന്മാരെ ബോധവൽക്കരിക്കുന്ന ഒത്തിരി പരിപാടിയുണ്ട്. അതിൽ ഒന്നാമത്തെ പരിപാടി ഷാപ്പിൻ്റെ ഒക്കെ ആ ബോർഡിന് താഴെ നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇത് വായിച്ചിട്ട് ഏതെങ്കിലും ഒരു കുടിയൻ തീരുമാനിച്ചോ, ഇനിയും കുടിക്കുന്നില്ല, ഇന്നും വരെ ഇല്ല. ലോകത്തെവിടെങ്കിലും കുടിയൻ കുടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഉപദേശിമാർ പ്രാർത്ഥിച്ചിട്ടാണ്. അതുകൊണ്ട് സർക്കാർ ആ ബോർഡ് എഴുതിയ ചെലവിങ്ങിതാ 50 കുടിയനെ ഇന്ന് ശരിയാക്കിയിട്ടേ ഞാനിവിടുന്ന് പോകുള്ളൂ. ചുമ്മാ ബോർഡ് എഴുതി സമയങ്ങളെ ഇങ്ങോട്ട് താവണേ, ഞങ്ങൾ കാര്യം ചെയ്യാം. ഇനി ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് പറയാനൊരു അവസരം താന്നേ, അങ്ങോട്ട് കയറി വരാനൊരു അവസരം എന്താ? അതിൻ്റെ കൂടെ വഴിയടച്ചിട്ട് കുടിയനെ കൊണ്ട് പൊറുതിമുട്ടി രാജ്യം മുഴുവൻ ഞെരങ്ങുമ്പോൾ കുടിയൻ കുടി നിർത്തിയ ഒരു മാസ് മൂവ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ അനുരണനങ്ങൾ മാത്രമാണെന്ന് ആത്മാർത്ഥമായിട്ട് ഉറപ്പിക്കട്ടെ. അതുകൊണ്ട് ബോധവൽക്കരണത്തെക്കാൾ വലിയൊരു പണി തമ്പുരാൻ കൊടുത്തു. നിനക്ക് ഏതായാലും ഒളിച്ചും പാത്തും പോയി ബാൽബിംബത്തെ ആരാധിക്കാൻ മനസ്സാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഗ്രൂപ്പായിട്ട് നീ അങ്ങ് പോക്കും. ഈ ആലയത്തിൽ ഇരുന്ന് ആരാധിക്കാൻ മനസ്സില്ലേ എങ്കിൽ ഞാനത് വിളിച്ചു കളഞ്ഞേക്കാം. തമ്പുരാൻ ഒരു ശത്രു രാജാവിനെ ബലപ്പെടുത്തി. അവന്റെ പേര് നെബൂഖദ്നേസർ. അവനന്ന് ഭരിക്കുന്ന രാജ്യത്തിന്റെ പേര് ബാബിലോൺ. സ്ഥലം മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ നിമ്രോദിന്റെ ആ രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് കിങ് ചക്രവർത്തിയുടെ പേര് നെബൂഖദ്നേസർ. ആ നെബൂഖദ്നേസറെ ശക്തിപ്പെടുത്തി അദ്ദേഹം സുശക്തമായൊരു സേനയും കൊണ്ട് ബാബിലോൺ എന്ന ഇറാഖിൽ നിന്ന് എഴുന്നള്ളി വന്ന് യെരൂശലേമിനെ നിരോധിച്ചു, ഇടിച്ച് നിരത്തി യെരൂശലേം ദേവാലയം. പുരോഹിതന്മാരുടെ കയ്യിൽ ചങ്ങല ധരിപ്പിച്ചു. അതിനകത്ത് വിശേഷപ്പെട്ട സ്വർണ്ണപാനപാത്രങ്ങൾ അപഹരിച്ചു. തങ്ക നിലവിളക്കുകളും വിശേഷപ്പെട്ട പല വസ്തുക്കളും അപഹരിച്ചെടുത്ത് തൻ്റെ ദേവന്റെ ഭണ്ഡാരഗൃഹങ്ങളിൽ വെച്ചു എന്ന് ദാനിയേൽ പ്രവചനം. ദേവന്റെ ഭണ്ഡാരഗൃഹം മനസ്സിലായോ? പണ്ട് അബ്രഹാം ഇറങ്ങിപ്പുറപ്പെട്ട മണ്ണിലെ ഭൂഗർഭ അറകൾക്കുള്ളിൽ കൊണ്ട് ദേവന്റെ ഭണ്ഡാരഗൃഹങ്ങളിൽ ദൈവാലയത്തിൽ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പൊൻപാനപാത്രങ്ങൾ വെച്ചു. ദേവാലയം മുച്ചൂടും നശിപ്പിച്ചു. പുരോഹിതന്മാരുടെ കയ്യിൽ ചങ്ങല ധരിപ്പിച്ചു. അവരുടെ വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ കത്തിച്ചു. പ്രാർത്ഥനാ മനുഷ്യരുടെ കയ്യിലും കാലിലും ചങ്ങല ധരിപ്പിച്ച് ചാട്ടമാരുടെ തലങ്ങും വിലങ്ങും അടിച്ച് നായെപ്പോലെ വലിച്ചിഴച്ച് നെബൂഖദ്നേസർ തൻ്റെ രാജ്യത്ത് കൊണ്ട് തട്ടി ഇസ്രായേൽ മക്കളിൽ പ്രബലന്മാരെ. ഇതുവഴിയാ പോന്നേ. പണ്ട് അബ്രഹാം 10 രാജാക്കന്മാരെ നിഗ്രഹിച്ച് തന്നെ തടുത്തു നിർത്തിയ ആളുകൾക്കെതിരെ ആയുധം പ്രയോഗിച്ച് ജയഭേരി മുഴക്കി വന്ന മണ്ണിലൂടെ 28ാം തലമുറ ചങ്ങല ധരിച്ച് ചാട്ടവാറിനടിയേറ്റ് വേച്ചും വിറച്ചും നടന്നു പോകുമ്പോൾ സേൽസഹിൽ ബെന്യാമീന്റെ അതിരിങ്കലെ കല്ലറയിൽ റാഹേലിന്റെ പഴകി ദ്രവിച്ച മൃതശരീരത്തിന്റെ അവശേഷിക്കുന്ന അസ്ഥികൂടങ്ങൾ അവിടെ ഉണ്ട്. ഇതുവഴി കടന്നു പോകുന്ന ഇസ്രായേൽ മക്കളെ കണ്ടിട്ട് ഇതാ യിരെമ്യാ ആത്മാവിൽ പ്രവചിച്ചു, റാഹേൽ എന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവൾ ഈ കടന്നു പോകുന്ന ചെറുതലമുറയെ ചൊല്ലി കരയുമായിരുന്നു. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. മക്കളായി പോകുന്നത് അവരങ്ങ് തിരിച്ചു ചെന്നു. അവർ തിരിച്ചു ചെന്ന ആഴ്ചയിൽ തന്നെ രാജാവ് ഇവരെ 2ആയി വിഭജിച്ചു. പുരോഹിതന്മാരടക്കം ജനസാമാന്യങ്ങളെ കൊണ്ട് പണിയെടുക്കാൻ ബാബിലോണിന്റെ പലയിടങ്ങളിൽ വിന്യസിച്ചു. ഒരു തൊഴിലുറപ്പെന്നൊക്കെ പറഞ്ഞ പോലെ പണി. അപ്പുറത്ത് വലിയ പുരോഹിതനായിരുന്നു. ഇവിടെ ചെന്നപ്പോഴുള്ള പണി എന്താ? തൂമ്പാട് തോത്തു കിളച്ചോളാൻ പറഞ്ഞു. അപ്പോഴത്തെ രാവിലെ ഇരുന്നൊക്കെ പറയും, അറിയ ഇസ്രായേലേ നിന്റെ ദൈവം ഏകനാകുന്നു. അവനിപ്പോൾ കിട്ടിയ പണി എന്താ? വഴി പണിതോളാൻ പറഞ്ഞു, കലം കഴുകിക്കോളാൻ പറഞ്ഞു. ചാട്ടവാറിനടിച്ച് പണിയെടുപ്പിച്ചപ്പോൾ രാജസന്തതികളിൽ കുലീനന്മാരെ, ബുദ്ധിമാന്മാരെ ഇന്റർവ്യൂ ചെയ്തെടുത്തപ്പോൾ മനസ്സിലായി, ഇവന്റെ ബുദ്ധിയും ശക്തിയും ആരോഗ്യവും ചോർത്തി ഞാൻ ഈ രാജ്യത്തെ ഒന്ന് പ്രബലപ്പെടുത്തും. ഇവന്റെ കഴിവുകൾ ഉപയോഗിച്ച് ഞാൻ ഈ രാജ്യത്തെ ഒന്ന് പുഷ്ടിപ്പെടുത്തും, ഒന്ന് ശക്തിപ്പെടുത്തും. രാജാവിതിൽ
ഒരു 3-4 പേരെ ഇന്റർവ്യൂ ചെയ്ത് അകത്തെടുത്തു. ആ ആഴ്ചയിൽ തന്നെ അവരുടെ പേരങ്ങ് മാറ്റിയിട്ടു. അവരുടെ പേര്, ഒരുത്തൻ്റെ പേര് ശദ്രക്, ആള് ചേച്ചി ചന്ദ്രക് എന്ന് പറയില്ലേ, ശദ്രക്. പിന്നെ മേശക്, അബേദ്നെഗോ. ഇനി ഒരാളുടെ പേര് ദാനിയേൽ. പേരങ്ങ് മാറ്റി. ഇവര് 1-ാം അധ്യായം ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നത് പേരുമാറ്റം. 2-ാം അധ്യായം ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നത് ഭക്ഷണമാറ്റം. 3-ാം അധ്യായം ദാനിയേൽ കാണുന്നത് ആരാധനയുടെ മാറ്റം. പിശാച് വരുന്ന വഴി കണ്ടോ, ആദ്യം പേരങ്ങ് മാറ്റിയിടും. പേര് മാറ്റുമ്പോഴേ നല്ല ഗുണമാണെന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ ഇരിക്കുക. അടുത്ത ആഴ്ച മനസ്സിലാകും ആഹാര രീതി അങ്ങ് മാറ്റും. ആഹാര രീതി കൂടി മാറ്റിയപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി ഇതിൽ ചതിവുണ്ട്. പേര് മാറ്റിയപ്പോൾ അവർ ഗൗനിച്ചില്ല. കാരണം ഈ പേര് എന്നതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ പേര് അനിൽ എന്നാണ്. അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കുഗ്രാമത്തിൻ്റെ പേരാണ്. പണ്ട് ഞാൻ പ്രവർത്തിച്ച ചില മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പേരാണത്. പക്ഷെ ഞാൻ ഇന്ന് വരെ എന്നെ അനിൽ കൊടിത്തോട്ടം എന്ന് വിളിച്ചിട്ടില്ല. ഇതിൻ്റെ അവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ പേര് കൊണ്ട് എനിക്കല്ല ആവശ്യം, നിങ്ങൾക്കിട്ട് വിളിക്കാനാണ് എനിക്കൊരു പേരുണ്ട്. നിങ്ങളുടെ പേരിട്ട് നിങ്ങൾ ഇതുവരെ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? ജസ്റ്റിൻ എന്നാരും സ്വയം അങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ. നമ്മുടെ പേരെന്തിനാ? മറ്റൊരാൾക്ക് വിളിക്കാനാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ സാമാന്യ തത്വം ഓർത്തു, ഏതെങ്കിലും പേരിട്ട് ആരെങ്കിലും വിളിച്ചോട്ടെ. ഇപ്പോൾ പേര് വിളിക്കണമല്ലോ, ഇങ്ങനെ വിളിച്ചാൽ നമ്മൾ തിരിഞ്ഞു നോക്കില്ലേ. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, നമുക്ക് നല്ലൊരു പേരുണ്ടായിട്ട് ഇന്നുവരെ ഈ പെണ്ണുങ്ങൾ നമ്മളെ പേരിട്ട് വിളിച്ചിട്ടുണ്ടോ? ദേ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. അവർക്ക് ഏതാണ്ടൊരു ബുദ്ധിമുട്ടില്ല. അച്ഛാന്നോ ചേട്ടാന്നോ ഒക്കെ വിളിക്കാൻ ഒരു മടി പോലെ. സാറാ യജമാനനേന്ന് വിളിച്ചത്. ഈ വാക്യമൊക്കെ വായിച്ച് അവർ ഈ ക്യാമ്പിലെല്ലാം പ്രസംഗിക്കും. പക്ഷെ പുള്ളി എങ്ങനെ വിളിക്കുന്നത്? ഇങ്ങോട്ട് നോക്കി, ദേ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേര് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല, വല്ലവർക്കോ. അപ്പം ശദ്രക് മേശക്കിൻ്റെ പേര് മാറ്റിയിട്ടു, അവരടുത്ത് പോട്ടെന്ന്. അടുത്ത ആഴ്ചയിൽ അവരുടെ ഭക്ഷണ രീതി മാറ്റി. വിഭവസമത്വ ഭക്ഷണം മുമ്പിൽ വെച്ച് കൊടുത്തപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറയുക, രാജാവേ, ഈ ഭക്ഷണം കഴിച്ചും ഈ വീഞ്ഞു കുടിച്ചും ഞങ്ങളെ തന്നെ അശുദ്ധരാക്കൂല. രാജാവ് വച്ചു നീട്ടിയ ഭക്ഷണത്തിൽ പ്രലോഭനത്തിന്റെ സ്വാധീനമുണ്ടെന്നും എൻ്റെ വിശ്വാസത്തിന്റെ ശുഷ്കാന്തി നശിപ്പിക്കാൻ ഇത് കാരണമാകുമെന്നും ബോധ്യപ്പെട്ടപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു ഈ കുഞ്ഞുങ്ങൾ. കേൾക്കുന്നല്ലോ, ഈ കുഞ്ഞുങ്ങൾ ചെയ്ത പ്രവൃത്തിയെ എത്ര പേര് അനുകൂലിക്കുന്നു ഇവിടെ? നമ്മളാണെങ്കിലും പറയണം, രാജാവേ എനിക്കത് വേണ്ട, ഭക്ഷണം വേണ്ടെന്ന് ഈ കുഞ്ഞുങ്ങൾ വെച്ചു. ഞങ്ങൾക്ക് ശാഖപദാർത്ഥം, ഇത് വെജിറ്റബിളും ഒക്കെ ചേർത്ത്, വേവിച്ച ഗോതമ്പും മുതിരയും ഒക്കെ ചേർത്തൊരു മിക്സാണ്, അത് മതി. ഇറച്ചി അടക്കമുള്ള നല്ല ആഹാരം വേണ്ടെന്ന് വെച്ചിട്ട് ശാഖപദാർത്ഥം മതി. ഇത് ഇഷ്ടപ്പെടാനൊരു കാരണമുണ്ട്. ഭക്ഷണത്തിൻ്റെ ഗുണമല്ല, കൊടുത്തവൻ്റെ ഗൂഢലക്ഷ്യം ഈ കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞു. ഇത് വേണ്ടെന്ന് വെച്ചു അവർ. ഇത് വേണ്ടെന്ന് വെക്കാൻ ഇന്ന് നിങ്ങളിൽ ചിലർ മനസ്സ് കാട്ടുന്നു. അതിൻ്റെയാണ് നിങ്ങൾ സ്തോത്രം ചെയ്ത് പ്രതികരിക്കുന്നത്. പ്രൈസലോ, നല്ല കാര്യം. പക്ഷെ സ്തോത്രം ചെയ്തവരോടും ഒരു ചെറിയ ചോദ്യം. ഞാൻ അവൻ അനുഭവിച്ച സുഖ സൗകര്യങ്ങളും ആ ഭക്ഷണത്തെക്കുറിച്ചും ഒരു ചെറിയ ക്ലാസ് എടുക്കുക, 2-3 മിനിറ്റ്. അത് കഴിഞ്ഞ് വേണം നിങ്ങൾ തീരുമാനിക്കാൻ ഭക്ഷണം കഴിക്കണോ വേണ്ടായോ. ബാബിലോണിൽ ഒന്ന് പറയാൻ പോകുന്നു, ശ്രദ്ധിച്ചാണ്. നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേൽ മക്കളെ പ്രവാസികളായി പിടിച്ചുകൊണ്ടു പോകും മുമ്പ് രാജാവ് ആദ്യം ചെയ്തത് ഇവർക്ക് ആകർഷണീയമായ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചു. ഒരാകർഷണീയ സാഹചര്യം. ഇവിടം വിട്ടിനി ഒരിക്കലും തിരിച്ചു മടങ്ങാതെ എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ഒരാകർഷണീയ സംവിധാനം, ഒരു മായാചന്ത അവരുടെ മുമ്പിൽ ഉണ്ടാക്കി വെച്ചു. ഇവിടം വിട്ടു പോകാത്ത സുഖസൗകര്യങ്ങളുടെ ആലസ്യതയുടെ ഒരു ലോകം. രാജാവ് തനിക്കൊരു ക്യാപിറ്റൽ സിറ്റി പണി കഴിപ്പിച്ചു. ആദ്യം ഈ ക്യാപിറ്റൽ സിറ്റിക്ക് ബാബിലോന്യ നഗരം എന്ന് പേരിട്ടു. ബാബിലോന്യ നഗരത്തിന്റെ, സിറ്റി ഓഫ് ബാബിലോണിന്റെ നീളം 14.5 മൈൽ, അതിൻ്റെ വീതിയും 14.5 മൈൽ. ഏകദേശം കണക്കൊപ്പിക്കാൻ 15 എന്ന് പറയാം.
അങ്ങനെ 14.5 മൈൽ നീളത്തിൽ 14.5 മൈൽ വീതിയിൽ ഒരു സമചതുര പട്ടണം. ഈ സമചതുര പട്ടണം ഏതാണ്ട് 60 മൈൽ വരുമല്ലോ ചുറ്റളവ്. 15 നീളം, 15 വീതി, 60 മൈൽ ചുറ്റളവുള്ള ഈ പട്ടണത്തിന് ചുറ്റും 87 അടി കനത്തിൽ 100 അടി ഉയരത്തിൽ ഒരു പടുകുറ്റൻ മതിൽക്കെട്ട്. 87 അടി കനം വരുന്ന 100 അടി ഉയരം വരുന്ന ഈ പടുകുറ്റൻ മതിൽക്കെട്ടിന് മുകളിൽ കൂടി 2 വീതം കുതിരകളെ ബന്ധിച്ച് 6 രഥങ്ങൾക്ക് സമാന്തരമായി സഞ്ചരിച്ചോടിച്ചു പോകാൻ വേണ്ട വീതിയുള്ള ഒരു ഹൈവേ ഉണ്ടായിരുന്നു. അതിന്റെ നിശ്ചിത അകലങ്ങളിൽ പാഴിക കുടങ്കണക്കിന് വളച്ചു വാതിലോടുകൂടിയ വലിയ ഗോപുരങ്ങൾ. ആ ഗോപുരങ്ങൾക്കുള്ളിൽ ദൂരെയുള്ള ശത്രുവിന്റെ സാന്നിധ്യം അടുത്തു കാണുവാൻ ലെൻസുകൾ ഒട്ടിച്ചു വച്ച സുഷിരങ്ങൾ, അതിനകത്ത് പതിയിരിപ്പുകാർ, രാജാവിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ അവിടെ പാർക്കുന്നു. പരിശീലനം സിദ്ധിച്ച കാവൽഭടന്മാർ ഇതിനു മുകളിൽ കൂടി ജാഗരൂകരായി എപ്പോഴും സഞ്ചരിക്കുന്നു. ഇതുകൂടാതെ നിശ്ചിത അകലങ്ങളിലെ ഈ കാവൽ ഗോപുരങ്ങൾ ദൂരത്തുനിന്ന് വരുന്ന ശത്രുവിന്റെ സാന്നിധ്യം മണത്തറിഞ്ഞ് അവരെ എങ്ങനെയും ആക്രമിക്കാൻ പാകത്തിന് യന്ത്രമുഷ്ടി എന്ന പ്രാകൃത ഇരുമ്പായുധം ചങ്ങലയിൽ കൊളുത്തി വെച്ചിരിക്കുന്നു. അത് ആട്ടി താഴോട്ട് വിട്ടാൽ ദൂരെ നിന്ന് വരുന്ന കുതിരപ്പടകൾ ചിതറിയോടും. ഇത്തരം സൗകര്യങ്ങളുള്ള ഒരു പടുകുറ്റൻ കോട്ട. ഈ കോട്ടയ്ക്കകത്തേക്ക് കടക്കാൻ ഒരു പ്രധാന പ്രവേശന കവാടം. ഈ പ്രധാന പ്രവേശന കവാടം താമ്രനിർമ്മിതമായ ഒരു ഗേറ്റായിരുന്നു. താമ്രനിർമ്മിതമായ ഈ വാതിൽ ഇരുമ്പോളാമ്പൽ ചെലുത്തി കൊളുത്തി പൂട്ടിയിരുന്നു. അതിന് ഇരുമ്പ് വ്യാപിരികളായിരുന്നു. സ്പ്രിങ് ഘടിപ്പിച്ച ഇതിന്റെ വാതിലുകൾ മനുഷ്യർ തള്ളിയാലും തുറക്കൂല, വലിച്ചാലും തുറക്കൂല. പരിശീലനം സിദ്ധിച്ച ആനകൾ അതിന്റെ ചങ്ങല കൊളുത്തി പിടിച്ചു വലിച്ചെങ്കിൽ മാത്രം തുറക്കുന്ന ഒരു പടുകുറ്റൻ വാതിൽ. ഈ വാതിൽ എന്നും തുറക്കാറില്ല. ആണ്ടിൽ 4-5 തവണ മഹാരാജാവിന്റെ പെരുന്നാളിൽ സെമിറാവിസിന്റെയും ബാൽദേവന്റെയും ഡാഗോൻ എന്ന അവരുടെ ദേവന്റെയും ഒക്കെ ഏതെങ്കിലും ഉത്സവങ്ങളിൽ, ഏതെങ്കിലും ദേശീയ പ്രാധാന്യമുള്ള ആഘോഷങ്ങളിൽ മാത്രം തുറക്കുന്ന ഇരുമ്പ് ഓടാമ്പിൽ ഘടിപ്പിച്ച താമ്രവാതി എന്നും അടഞ്ഞു കിടക്കും. ഇതുകൂടാതെ ഈ നഗരത്തിലെ പടുകുറ്റൻ മതിലിന് ചുറ്റും 100 വാതിലുകൾ വേറെ ഉണ്ടായിരുന്നു. ആ 100 വാതിലിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ദിവസം തുറക്കും. അങ്ങനെ വർഷത്തിൽ ചിലപ്പോൾ ഒരു വാതിൽ 3 തവണയെ തുറക്കൂ. ഇന്ന് തുറക്കുന്ന വാതിൽ നാളെ തുറക്കില്ല. പടിഞ്ഞാറെ നടയിലെ 10-ാം കതക് ഇന്ന് തുറന്നെങ്കിൽ തെക്കേ നടയിലെ 4-ാം കതക് അടുത്ത ദിവസം തുറക്കും. ഏത് കതക് എപ്പോൾ തുറക്കുമെന്ന് രാജാവും അടുത്ത അനുചരനും മാത്രമേ അറിയൂ. ഇങ്ങനെ അതിശക്തമായ സുരക്ഷിത വലയമുള്ള ഒരു കോട്ട. ഇവിടെ വരെ നിങ്ങൾ ഞാൻ എത്തിയ സ്ഥിതിക്ക് ഇതിനകത്തൊന്ന് കടക്കണം. സന്തോഷമാണോ? നിങ്ങളിതിനകത്ത് എങ്ങനെ കടക്കുമെന്നോർത്ത് വിഷമിക്കേണ്ട. നമ്മളിതിനകത്ത് കടക്കും. അതിൻ്റെ കാരണം നമ്മൾ മലയാളികളാണ്. പിന്നെ നമ്മൾക്ക് വല്ല കാര്യമാണോ? ഇതിന് തുറന്ന് കിടന്നാൽ തന്നെ അതിലൂടെ കയറില്ല. നേരെ മതിലിൽ അള്ളി പിടിച്ച് നമുക്ക് മുകളിൽ കയറാം. അതാണല്ലോ നമ്മുടെ ഒരു വഴി. അതുവഴി അള്ളിപ്പിടിച്ച് മുകളിൽ നിൽക്കുമ്പോഴാണ് ഒരു ചതിവ് മനസ്സിലാകുന്നത്. ഈ മതിലിനകത്തൊരു ചെറുമതിൽ, ഉയരം അല്പം കുറഞ്ഞൊരു മതിലാണ്. വൻമതിലിൽ നിന്ന് ചെറിയ മതിലുകൾ വീണ്ടും അങ്ങോട്ട് കെട്ടി ചെറുമതിലോട് ഇങ്ങനെ മുട്ടിച്ചിരിക്കുക. നല്ല കള്ളികൾ, നിരവധി കള്ളികളെന്ന് ഞാൻ പറഞ്ഞത് സൗകര്യമാരെയൊന്നും ഓർത്തല്ല. തെറ്റിദ്ധരിക്കരുത്. ഈ മനുഷ്യൻ ആവശ്യമില്ലാത്തെല്ലാം പറയാൻ തുടങ്ങി കുറച്ച് നേരമായി. സഹികെട്ടിരിക്കുക ചിലർ. കള്ളികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ നിങ്ങളുടെ ആരുടെയും കുടുംബത്തെ ഓർത്തല്ല, തെറ്റിദ്ധരിക്കാതെ. കളങ്ങൾ എന്നർത്ഥത്തിലാണ്. അറിയില്ലേ വിഷമം? നിരവധി കള്ളികൾ. ഇതിനകത്ത് യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം ചക്രം ചവിട്ടി കറക്കി പമ്പ് ചെയ്ത് നിറച്ചിരിക്കുന്ന മുതലകളെ പാർപ്പിച്ച കിടങ്ങ്. ഞാനിതിൻ്റെ ക്ലാസ് എടുക്കുക ഒരിക്കലും എടുത്ത്. ഒരുതും ചോദിക്കുക, നമ്മളെങ്ങാനും അതിൽ വീണുപോയാൽ എന്ത് ചെയ്യും
ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ടി വരികയില്ല, എല്ലാം മുതല ചെയ്തോളൂ, അവൻ ആശീർവാദം കൂടെ പറയുള്ളൂ. അപ്പൊ ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇതുവഴി പോക്ക് നടക്കൂല. ഇനി ഒറ്റ വഴി, ആരെങ്കിലും താമ്രകഥക് തുറന്നാൽ നമുക്ക് അതുവഴി കയറാം. താമ്രകഥകം കൊണ്ട് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ നെടുകെ കിടക്കുന്ന വളവും തിരിവുമൊന്നുമില്ലാത്ത കല്ലുവാകി ഉറപ്പിച്ച ഒരു നല്ല വഴി, ഒരു ഹൈവേ. അതിൻ്റെ രണ്ടോരത്തും ഫലവൃക്ഷങ്ങൾ, തണൽ മരങ്ങൾ സമൃദ്ധമായി വളരുന്നു. മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ, വ്യത്യസ്തങ്ങളായ നിരവധി ഫലങ്ങൾ പൊഴിക്കുന്ന ഈ മരങ്ങളുടെ അടിയിൽ കൂടി ആ ശീതള ഛായയിൽ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതാ സ്വച്ഛമായി ഒഴുകുന്ന യൂഫ്രട്ടീസ് നദി. ഒത്ത നടുവിലൂടെ യൂഫ്രട്ടീസ് ഒഴുകുക, നദിക്കക്കരയും ഇക്കരയുമായി വ്യാപിച്ച ഈ പട്ടണം കിടക്കുന്നത്. നേരെ റോഡങ്ങ് ചെന്ന് യൂഫ്രട്ടീസിന്റെ അരികിലെത്തുമ്പോൾ മറ്റൊരു കാഴ്ച, നദിക്കക്കര ഇക്കര കടക്കാൻ ഒരു പാലം. ആ പാലത്തിന്റെ കൈവരികൾ താമ്രനിർമ്മിതം, അതിൽ പൊന്നു പൊതിഞ്ഞിട്ടുണ്ട്. പ്രഭാത സൂര്യന്റെയും അസ്തമയ സൂര്യന്റെയും കിരണങ്ങൾ അടിക്കുമ്പോൾ ഇതിന്റെ പ്രതിഫലനം വെള്ളത്തിലേക്ക് അടിച്ചിട്ട കാഴ്ച കാണുന്നത് അതിമനോഹരം. കൊട്ടിപ്പാടി നൃത്തം ചെയ്ത് ഇത് കാണാൻ ആളുകൾ വരും. അവരെ പുരോഹിതന്മാർ പറഞ്ഞു പഠിപ്പിക്കും. ഇപ്പോൾ ബാൽദേവന്റെ എഴുന്നള്ളത്ത്, അതാ പ്രഭാത സൂര്യന്റെ കിരണം. ഇപ്പോൾ ബാൽദേവൻ അവന്റെ പള്ളിയുറക്കത്തിന് കടന്നു പോകുന്നു, അതാ അസ്തമയ സൂര്യന്റെ ചെങ്കിരണം. ഇതൊക്കെ കണ്ട ആളുകൾ ആരാധിക്കുന്ന ഇടം പാലത്തിലേക്ക് ഇറക്കാം. പാലം തുടങ്ങുന്നിടത്തൊരു ഗോപുരം, അത് തീരുന്ന ഇടത്ത് മറ്റൊരു ഗോപുരം. ഈ രണ്ട് ഗോപുരങ്ങളിലൂടെയും നമ്മൾ പതുക്കെ അങ്ങോട്ട് കടക്കാൻ തുടങ്ങുമ്പോൾ ഒരു ജിജ്ഞാസ. ഈ ഗോപുരത്തിൽ നിന്ന് നമ്മെ താഴേക്ക് നയിക്കുന്ന ഒരു ഇടനാഴി, ഒരു പടിക്കെട്ട്. 90 ഡിഗ്രി ആംഗിളിൽ ചരിഞ്ഞ് ചരിഞ്ഞ് താഴേക്കിറങ്ങി ചെല്ലുന്ന നിങ്ങൾ ഒരു ഇടനാഴിയിൽ അകപ്പെട്ടു. ഒരു ഭൂഗർഭ തുരങ്കം. തുരങ്കം എന്ന് വിശ്വസിക്കാൻ വരട്ടെ, അതിവിശാലമായ ഒരു ടണൽ. അത് നദിക്കടിയിൽ കൂടി അപ്പുറം ഇപ്പുറം കിടക്കാനുള്ള ഒരു രഹസ്യ പാതയാണ്. അതിന്റെ ഭിത്തി മാർബിൾ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. രാവും പകലും ഒരുപോലെ എന്ന് തോന്നിപ്പിക്കുവാൻ അവിടൊക്കെ ചുണ്ണാമ്പ് ചൂളകളിൽ നിന്നെടുക്കുന്ന ഒരുതരം വെളിച്ചം. ആ വാതകത്തിൽ വെളിച്ചം പടർത്തി അത് പോളിഷ് ചെയ്തെടുത്ത ആ മാർബിൾ ഭിത്തിക്കരിയിൽ പതിച്ചിരിക്കുന്നു. ഇതുവഴി നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒത്ത നടുവിൽ മാറി ഒരു പടുകുറ്റൻ ഓഡിറ്റോറിയം. ആ ആഡിറ്റോറിയത്തിന്റെ നടുവിൽ അർത്ഥവൃത്താകൃതിയായ ഒരു സ്റ്റേജ്. ആ സ്റ്റേജിൽ കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളുടെ പ്രഭാപൂരിതമായ അന്തരീക്ഷത്തിൽ നൃത്തം ചെയ്യുന്ന നർത്തകിമാർ, പാട്ടുപാടുന്ന സ്ത്രീപുരുഷന്മാർ, അർത്ഥനഗ്നരും നഗ്നരുമൊക്കെയായി പാട്ടുപാടി തിമിർക്കുന്ന അവർക്ക് ചുറ്റും കുതിരയുടെ ലാടത്തിന്റെ ആകൃതിയുള്ള തീന്മേശകൾ. ആ തീന്മേശകളിൽ ഒരു 10,000 പേർക്കിരിക്കാവുന്ന ചെറിയ ചെറിയ മേശകൾ നിരത്തി ചുറ്റും ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു. അവർ ഈ കലാപ്രകടനങ്ങൾ ആസ്വദിക്കുന്നു. ഒപ്പം വീഞ്ഞു നിറച്ചു വെച്ച കുപ്പികൾ, വറുത്ത മാംസക്കഷണങ്ങൾ, പാകപ്പെടുത്തിയ ആഹാര പദാർത്ഥങ്ങൾ അതിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. പാട്ടുപാടി നൃത്തം ചെയ്ത് സ്ത്രീ പുരുഷന്മാർ നഗ്നരോ അർത്ഥനഗ്നരോ ഒക്കെയായി ഇത് കഴിക്കാനിരിക്കുന്നവന്റെ അരികിലേക്ക് കൊണ്ടുവരുന്നു. ചുണക്കുട്ടന്മാരായ ശദ്രക് മേശക് അബേദ്നെഗോമാരുടെ മുമ്പിൽ ഇത്തരമൊരു മായാപ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് യെരുശലേമിലെ ഭക്തിപൂരിതമായ ആരാധനയുടെ മഹത്വം, അതിന്റെ ശക്തിയും ആസ്വദിച്ച ഒരു ജനതയെ കൊണ്ട് ഇവിടെ ചുഴറ്റിയെറിഞ്ഞിട്ട് ശദ്രക് മേശക് അബേദ്നെഗോമാർക്ക് ഉത്തരവ് കൊടുത്തു: ഭക്ഷിക്കുക, സന്തോഷിക്കുക, ആനന്ദിക്കുക. ഈ കാണുന്ന ആനന്ദതുന്തിലമായ അവസ്ഥാവിശേഷങ്ങൾ കണ്ട് ഈ ചെറുപ്പക്കാരെന്തു പറഞ്ഞു? കണ്ടോ ഒരാഹാരം, അത് കൊടുത്ത സ്ഥലം കണ്ടോ? നമ്മളിപ്പോൾ ഇത് കണ്ടാൽ പറഞ്ഞേനെ പ്രൈസ് ദി ലോർഡ്, ഇതൊക്കെ കണ്ടേ ചെല്ല് സന്തോഷിക്കും. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ അത് ദൈവം തന്നാണെന്ന് വിശ്വസിച്ചില്ല. അവരിത് വേണ്ടെന്ന് വെക്കാൻ കാരണം ഒന്ന്, ഈ പരിസ്ഥിതി; 2, എങ്ങനെ വന്നു ഈ ആഹാരം ഇവിടെ?
ഇതിനപ്പുറത്തു മാറി ഒരു പ്രത്യേക പൂജാഗിരിയുണ്ട്. ആ പൂജാഗിരിയിൽ താടിയും മുടിയും നീട്ടി വളർത്തി മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടുകൂടി ബാൽദേവന്റെ ശിലാസ്ഥാപനത്തിന്റെ മുമ്പിൽ, അവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ശില്പത്തിന്റെ മുമ്പിൽ കാളക്കുറ്റന്മാരുടെ തോലുരിഞ്ഞു മാറ്റി അവയെ കണ്ണം കണ്ണമായി നുറുക്കി യാഗം കഴിച്ച് അവശേഷിക്കുന്ന മാംസമാണ് പാകപ്പെടുത്തി ഭക്ഷിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഈ ശില്പവസ്തുവിന്റെ മുമ്പിൽ പൂജിക്കപ്പെട്ട ആഹാരം ഒരു യഹൂദനെ കൊണ്ട് ഭക്ഷിപ്പിച്ച് അവന്റെ പ്രാഗൽഭ്യം നശിപ്പിക്കാനുള്ള നെബൂഖദ്നേസറിന്റെ തന്ത്രം ആത്മനിറവും വിവേചനാത്മാവുമുള്ള ഈ കുഞ്ഞുങ്ങൾ, പരിശുദ്ധാത്മാവുള്ള ഈ കുഞ്ഞുങ്ങൾ ദൂരത്ത് നിന്ന് ഗ്രഹിച്ചിട്ട് വിളിച്ചു പറഞ്ഞു, രാജാവേ, ഈ ഭോജനം തന്നും ഈ വീഞ്ഞു കുടിച്ചും ഞങ്ങൾ ഞങ്ങളെ തന്നെ അശുദ്ധരാക്കയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വേർപിരിയുമ്പോൾ ദൈവത്തിന്റെ മക്കളായ നമുക്ക് ഒരേ സ്വരത്തിൽ പറയാം, രാജാവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന പ്രലോഭനങ്ങൾ ഞങ്ങളുടെ മുമ്പാകെ വെച്ചു നീട്ടുമ്പോൾ വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുക്കാൻ, അവസാന ശ്വാസം വരെ നിൽക്കാൻ ഇതാ ക്രൈസ്തവ കർമ്മയോഗികളുടെ ഒരു പുതുതലമുറ ഇവിടെ എന്നെത്തിയിരിക്കുന്നു. അവർ ഉലകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കണം, മറ്റൊരുത്തലും രക്ഷയില്ല. ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിന് ഞങ്ങളെ ഈ പരിസ്ഥിതിയിൽ നിന്ന് ഏത് വിധത്തിൽ കരറ്റിയാലും ഇല്ലെങ്കിലും ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്ത ഒരു ദൈവകൃപയുടെ ആശീർവാദം, ഒരു ദൈവകൃപയുടെ നിയന്ത്രണം അത് ഞങ്ങളെ ഭരിക്കുന്നു. അത് നിമിത്തം ഞങ്ങൾ കീഴടങ്ങില്ല. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾ ഇത് കഴിച്ചില്ല. എന്റെ സന്തോഷം അതല്ല, ഈ ശത്രുവിന്റെ കൂടാരത്തിനകത്തിട്ട് പണ്ട് ദേവാലയം തല്ലിപ്പൊളിച്ച് വിശേഷ വസ്തുക്കൾ അപകരിച്ചു കൊണ്ടുവന്നവൻ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, 10 25 വയസ്സുള്ള ചെറുപ്പക്കാരെ അവന്റെ സ്വകാര്യതയ്ക്കകത്തിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രലോഭനങ്ങളുടെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങൾ തോൽക്കാതിരുന്നത് കണ്ട് സ്വർഗം സന്തോഷിച്ചു. സ്വർഗത്തിന് നീ ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുത്ത്, നെബൂഖദ്നേസറേ, നിനക്ക് തെറ്റിപ്പോയി. നീ ആലയം തട്ടിത്തകർത്തപ്പോൾ, നീ പാനപാത്രങ്ങൾ കൊണയടിച്ചപ്പോൾ, എന്റെ കുഞ്ഞുങ്ങളെ ചാട്ടവാറടിച്ചപ്പോൾ അവരുടെ വിശ്വാസം പോയിപ്പോകുമെന്ന് നിനക്ക് തോന്നി. അല്ലല്ല, നിന്റെ കൂടാരത്തിനകത്ത് കയറി ആ ഇരുട്ടിന്റെ മണ്ഡലത്തിൽ കയറി അവർ തെളിയിച്ചു തരും ഞാൻ ആരാകുന്നുവെന്ന്. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്നിവിടെ വിട്ടുപോകുമ്പോൾ ഏത് ഇരുട്ടിന്റെ കൂടാരത്തിൽ വസിച്ചാലും ഭക്തൻ ഭക്തനാ, ഞാൻ സേവിക്കുന്ന ദൈവം സനാതനാ, അവൻ സത്യസന്ധനാ, ആരാധന അവന് മാത്രം, സകല ആശീർവാദങ്ങളും അവന്റെ ദാനം. ഇത് വിട്ട് ഇതറിഞ്ഞു വേണം ഇന്നിവിടം വിട്ട് കടന്നു പോകാൻ. നാളെ യോഗത്തിന് വരാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രസംഗകൻ ഇഹലോകം വിട്ട് കടന്നുപോയാലും കേൾക്കുന്ന നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു കൊടുക്കണം, ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ അനേകർക്ക് വേണ്ടി തന്നെത്താൻ മറുവിലയായി ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അവൻ തരുന്ന ദാനം അവിടുത്തെ രക്ഷയാകുന്നു. ഈ കാണുന്ന ഭൗതിക നേട്ടങ്ങളുടെ, ആഹാര പദാർത്ഥങ്ങളുടെ, സുഖശീതളിമയുടെ കാലാവസ്ഥയിൽ എന്റെ ആത്മനിറവിനെ തിളച്ചിടാമെന്ന് പിശാചേ നീ തെറ്റിദ്ധരിക്കുന്നു. ഇതാ, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്നെ ഇവിടെ തോൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇവിടെ ജയമെടുക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ഈ വചനം നമുക്ക് ആശീർവാദമാകട്ടെ, ഈ വചനം നമുക്ക് അനുഗ്രഹമാകട്ടെ. കൂടുതൽ ചിന്തകൾക്കും പ്രാർത്ഥനയ്ക്കും വിശകലനത്തിനും വേണ്ടി നാളെ നമുക്ക് ഒത്തുകൂടുവാൻ പരമകാരുണ്യവാനായ